بسم الله الرحمن الرحيم قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا. ആദ്യമായി ലോകത്ത് ജിന്നില്ലെന്ന് വാദം ഉന്നയിച്ച മുഅ്തസിലിയാക്കളാ. അവിടുന്നാണ് അതിന്റെ അധപ്പതനം തുടങ്ങിയത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ജിന്ന് ഇൻസ് എന്ന രണ്ട് വിഭാഗമുണ്ടെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടാ. അത്രയും പരസ്യമായ ഒരു വിഷയത്തെ നിഷേധിക്കാൻ ഒരു മടിയുമില്ലാതെ രംഗത്ത് വന്ന കൂട്ടരാണ് ഈ മുഅ്തസിലി എന്ന് പറയുന്ന വിഭാഗം. അവിടെ തുടങ്ങി. നിങ്ങളെ കോഴിക്കോട്ടുകാരൻ മരിച്ചുപോയൊരു മൗലവി ഉണ്ട്, CN അഹമ്മദ് മൗലവി. വേക്കവടയുടെ മാർക്കറ്റിൽ തുണിക്കച്ചവടമായിരുന്നു ഒരു കുറേ കാലം. CN അഹമ്മദ് മൗലവി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, വലിയ ഖുർആൻ പരിഭാഷ എഴുതിയ ആളാണ്. അയാൾ പറഞ്ഞു ജിന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇല്ല. അയാൾ പറഞ്ഞു ഈ കോഴിക്കോട് പട്ടണത്തിൽ, അയാൾ ഈ കോഴിക്കോട് പട്ടണക്കാരനാ, അതുകൊണ്ട് കോഴിക്കോട് പട്ടണത്തിലുള്ളവരൊക്കെ ഇൻസ്, കുറേയും കൂടി അങ്ങോട്ട് കയറി ചെന്നാൽ ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ജിന്ന്. അങ്ങനെ മനുഷ്യരിൽ രണ്ട് വിഭാഗമല്ലാതെ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ കണ്ണിൽ കാണാത്ത ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല എന്നായിരുന്നു ഈ CN അഹമ്മദ് മൗലവിന്റെ വാദം. അയാളെ ഖുർആൻ പരിഭാഷയിൽ അയാൾ അങ്ങനെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇത് അയാളെ പുതിയ വാദമല്ല, മുഅ്തസിലിയാക്കളുടെ വാദമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ജിന്നുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്ലീസിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ജിന്നിന്റെ നേതാവാണ് ഇബ്ലീസുൽ ലഈൻ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. മനുഷ്യരല്ല ജിന്നെന്ന് പറയുന്നത്. മനുഷ്യരൊക്കെ പട്ടണത്തിൽ താമസിച്ചാലും മലയോര പ്രദേശങ്ങളിൽ താമസിച്ചാലും പർവ്വതങ്ങളിൽ താമസിച്ചാലും അതൊക്കെ മനുഷ്യർ മണ്ണിന്ന് പടക്കപ്പെട്ടവരാ. ജിന്ന് ഖലഖതനി മിൻ നാരിൻ, തീയിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് രണ്ട് കക്ഷി തന്നെയാണ്. ആ ജിന്നുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ജിന്നുകൾക്ക് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. ഞാനതൊന്നും വിശദീകരിക്കുകയല്ല. ഈ രൂപത്തിൽ രണ്ട് വിഭാഗമുണ്ടെന്ന് ഖുർആനും ഹദീസും വ്യക്തമായി പഠിപ്പിച്ചിട്ട് ഇത്രയും വ്യക്തമായ ഒരു സത്യത്തിനെ നിഷേധിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഈ മുഅ്തസിലി എന്ന വിഭാഗം പരിപൂർണമായി അധപ്പതിച്ചു പോയിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ മുജാഹിദുകളെയും പിടികൂടിയത് ഇതേ ജിന്ന് തന്നെയാണ്. ഇപ്പോൾ അവർ നാശത്തിന്റെ തുടക്കം ജിന്നിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതെ, താൽക്കാലിക വാദങ്ങളുടെ കുടില ചിന്തകളുമായി ഉടലെടുത്ത മുഅ്തസിലത്തിന്റെ വാലറ്റക്കാരായ അഭിനവ മുജാഹിദുകൾ മുഅ്തസിലത്തിന്റെ അതേ വഴിയിൽ ജിന്നുകളെ നിഷേധിക്കുന്നതടക്കം അതിഭീകരമായ കൂടിയാട്ടങ്ങളുമായി തെരുവുകൾ കലക്കുകയാണ്. മൗലവിമാര് ജിന്നിന്റെ പേരിൽ തർക്കിക്കുന്ന കാണാം. ഒരു മൗലവി പറയുന്നു, എടവണ്ണ അബ്ദുസ്സലാം സുല്ലമി പറയുന്നു, ജിന്നെന്ന വർഗം തന്നെ ഇല്ല, മറിച്ചോ ജിന്ന് ആരാണ്? മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയായ ഭൂതക്കണ്ണാടി മാത്രം വെച്ച് നോക്കുന്ന മൈക്രോബ് നമ്മൾ മൊത്തത്തിൽ പറയും. അതിന് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഈ ജീവിക്കും അറബി ഭാഷയിലും എന്തെന്നാ പ്രയോഗിക്കുക, ഹദീസിലൊക്കെ എന്തെന്നാ പ്രയോഗിച്ചത്, ജിന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത്രയും മനസ്സിലായി. അപ്പൊ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു തആല മനുഷ്യനെയും ബാക്ടീരിയയും പടച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ആകുമല്ലോ ഇവരുടെ ഖുർആൻ പരിഭാഷ. കാരണം അബ്ദുസ്സലാം സുല്ലമിയുടെ ഭാഷയിൽ ജിന്ന് എന്ന് പറഞ്ഞാൽ മൈക്രോബുകളാണ്. ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാൻ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച നിഘണ്ടുവാണ് കാമൂസ്. ആ ലിസാൻ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിക്കൊന്ന് ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്നിന് തന്നെ പ്രയോഗിക്കുക, വേറെ പദമല്ല. മൂപ്പരുടെ ഭാഷയിൽ ജിന്നി എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗമല്ല.
കാട്ടിൽ താമസിക്കുന്ന കാട്ടാളന്മാരും ആദിവാസികളും അതുപോലെ ഈ സൂക്ഷ്മമായി നോക്കിയാൽ കാണാത്ത അത്രയും നിസ്സാരമായ പ്രാണികൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതിനെ കുറിച്ചൊക്കെയാണ് ജിന്ന് എന്ന് പറയുന്നത്. നാം ഏതാണിത് പ്രസ്ഥാനം? സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിന് ഇസ്ലാം എന്ന് നിങ്ങൾ പേര് പറഞ്ഞാൽ പഞ്ചസാര ചാക്കിന് സിമന്റ് എന്ന് പേരിട്ട് മാതിരിയാവും. ഇസ്ലാം ആകൂല. കാരണം എന്താണെന്നറിയോ? ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. സൂറത്തുൽ ജിന്ന് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഖുർആൻ വളരെ വ്യക്തമായി ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെന്നും وَأَنَّا مِنَّا الصَّالِحُونَ وَمِنَّا دُونَ ذَلِكَ وَكُنَّا طَرَائِقَ قِدَدًا. ഞങ്ങളിൽ നല്ലവരുണ്ട്, മോശക്കാരുണ്ട്, ഞങ്ങൾ പല പാർട്ടിക്കാരാണ്. ജിന്നുകൾ ഒരു വിഭാഗമാണ് സഹോദരങ്ങളെ. മുഅ്തസിലത്തിന്റെ പാടിപ്പതിഞ്ഞ ജിന്ന് നിഷേധവാദം ഒടുവിൽ മുജാഹിദുകളിൽ ഒരു വിഭാഗം കൈവിട്ടു. പതിയെ മൃദുല സമീപനങ്ങളിലേക്ക് വഴുതി മാറുകയായിരുന്നു. KNM ഗ്രൂപ്പിന്റെ വാക്താവായിരുന്ന കാലത്ത് ആദ്യകാലത്തുള്ള പഴയ തൗഹീദാണ് അവർ പറയുന്നത്. കേട്ടോളൂ. അതേസമയം മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങള് ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും മഹാത്മാക്കളോട് ചോദിച്ചാലും, അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും മഹാത്മാക്കളോട് ചോദിച്ചാലും. കണ്ടോ? കേട്ടോ? മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. പഴയ തൗഹീദ് 2007 ആയപ്പോഴേക്ക് 2006 അവസാനത്തിൽ 2007 കൂടി മുജാഹിദുകൾ തൗഹീദ് മാറ്റിയപ്പോ ഈ മനുഷ്യൻ ആ പ്രാർത്ഥനയുടെ അർത്ഥവും മാറ്റി, പുതിയ ഡെഫിനിഷൻ നൽകുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് തേടലാണ് പ്രാർത്ഥന. നോക്കുങ്ങൾ, നമ്മൾ വെറുതെ ഞങ്ങൾ എന്തുകൊണ്ടാണ് മുജാഹിദുകൾ തൗഹീദ് മാറ്റുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ഇത് നിങ്ങൾ ചിന്തിക്കണം. അവരുടെ വാക്കുകളിലൂടെയാണ് നിങ്ങൾ ഇത് കേൾക്കാൻ പോകുന്നത്. പക്ഷെ ഇയാൾക്ക് ഈ പുതിയ തൗഹീദ് പറഞ്ഞിട്ട് നാവിനിങ്ങട്ട് ശരി വന്നിട്ടില്ല. കാരണം പാടി പഠിച്ച തൗഹീദ് എന്താ? അത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ. മുജാഹിദുകൾ ഇങ്ങനെ പറയും. ഒരു മുജാഹിദിനോട് സംസാരിച്ചു കൊണ്ട് അവരിങ്ങനെ പറയും, പണ്ട് ആഫീസിൽ നിന്ന് കിട്ടിയ ഷീറ്റിലുള്ള വിവരം ഇങ്ങനെ പറയും. എങ്ങനെയൊക്കെ? മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ, മറഞ്ഞ വഴിയിൽ, അദൃശ്യമാർഗത്തിൽ, അഭൗതിക മാർഗത്തിലൂടെ, അസാധാരണ വഴിയിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി. ഇതൊക്കെ പാടാൻ നിങ്ങളോട് പറയും. നിങ്ങൾ ഇങ്ങനെ ഞെട്ടി ഉറക്കും. എന്താ ലോഹിൽ മഹഫൂദ് ഒന്ന് കേൾക്കുകയാണോ എന്ന് തോന്നിപ്പോ. ഇത് ആഫീസിൽ നിന്ന് കിട്ടിയ ഷീറ്റിലുള്ളതാ. എന്താ ഈ പറയണത്? നീ സാധുവിന് തിരിയില്ല. കേട്ടോളൂ സഹോദരന്മാരെ, പുതിയ തൗഹീദ് അയാൾ പറയുകയാണ് മനുഷ്യ കഴിവിനതീതമായി. പക്ഷെ അത് പറയുമ്പോഴും അയാൾ തൊള്ളിയിൽ വരുന്നത് തന്നെയാണ് സൃഷ്ടി കഴിവിനതീതം എന്നുള്ളത്. പറയുമ്പോഴും ഇങ്ങനെ പറയുന്നത്. കേട്ടോളൂ, അയാൾ തൊള്ളിയിൽ വരുന്നത് സൃഷ്ടികളുടെ കഴിവിന് മനുഷ്യ കഴിവ്. അത് പഴയ തൗഹീദാണ്. ഇപ്പൊ തൗഹീദ് മാറ്റിയതാണ് സൃഷ്ടികളുടെ കഴിവ് എന്ന്. പക്ഷെ അത് തൊള്ളക്ക് പാകപ്പെട്ടു വന്നിട്ടില്ല. 10-20 കൊല്ലമായിട്ട് ഇയാളെ ജീവിതകാലത്ത് തന്നെ ഇയാൾ പറയാൻ തുടങ്ങിയ എന്താ? മനുഷ്യ കഴിവിനതീതം എന്നല്ലേ. തൗഹീദ് മാറ്റിയിട്ട് സൃഷ്ടി കഴിവ് എന്ന് പറയുമ്പോഴും തൊള്ളിയിൽ വരുന്നത് എന്തെന്നെ മനുഷ്യ. പിന്നെ ഒരാൾ കൊഞ്ഞപ്പടുള്ള ആളുകൾ, വിക്കുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ സൃഷ്ടി കഴിവിനതീതം. കേട്ടോളൂ ഒന്നുകൂടി. മനുഷ്യ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം. അതാ തൗഹീദ് മാറുകണത്. എന്നിട്ട് പറയട്ടെ, പ്രാർത്ഥന എന്ന് പറയാം. കണ്ടോ? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ളത് തേടുമ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുക. തൗഹീദ് മാറി. എന്താ ഈ തൗഹീദ് മാറ്റാനുള്ള ന്യായം? നമ്മുടെ ഉലമാക്കൾ അന്ന് പറഞ്ഞിരുന്ന ന്യായം ഇപ്പൊ സക്കരിയ സലാഹിയും കൂട്ടരും ഇപ്പോഴല്ല 2007 അവര് പറയുന്നു. എന്താ? ഞാൻ പറയുന്നില്ല, അയാളെ കൊണ്ട് തന്നെ പറയുന്നേരാ. ഈ തൗഹീദ് പൊളിയുന്ന തൗഹീദാണ്. എന്തുകൊണ്ടാ പറയുന്നത്? സക്കരിയ വിശദീകരിക്കുന്നത് കേട്ടോളൂ. എന്നാൽ ഈ സുല്ലമി പറയുന്നു മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SIയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി.
ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? അപ്പൊ ഈ ഉളുപ്പ് ആദ്യം വേണ്ടതായിരിക്കാം മൂപ്പർക്കല്ലേ, കാരണം മൂപ്പരല്ലേ ഈ തൗഹീദ് പഠിപ്പിച്ചത്. അപ്പൊ തൗഹീദ് മാറ്റിയപ്പോ നേരത്തെ ശിർക്കായിരുന്ന പല കാര്യങ്ങളും തൗഹീദാകുന്നു. അതുപോലെ പിശാച് ബാധ, സിഹർ പോലുള്ള കാര്യങ്ങളിൽ അബദ്ധമായ വിശ്വാസമാണ് പ്രത്യേകം. പിശാച് ജിന്ന് കാര്യങ്ങളിലൊക്കെ അബദ്ധ വിശ്വാസം പണ്ടുണ്ടായിരുന്നത്, ഇപ്പൊ അടുത്ത മുജാഹിദ് തൗഹീദിലേക്ക് വന്നത്. നോക്കുങ്ങള് സഹോദരന്മാരെ, ഇങ്ങനെ ഓരോന്നോരോന്ന് നേരത്തെ ശിർക്കായിരുന്നത് തൗഹീദായി പ്രഖ്യാപിക്കുകയാണ്. ഇനി നിങ്ങൾ കണ്ടോളൂ, പഴയ തൗഹീദ് അനുസരിച്ച് ജിന്ന് ബാധ ശിർക്കായിരുന്നു. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സക്കരിയ സലാഹിയെ ഉദ്ധരിക്കാം. അയാൾ ആദ്യം പറഞ്ഞത് കേട്ടോളൂ, ജിന്ന് ബാധ, ജിന്ന് കൂടുക, ജിന്ന് ഹാജറാകുക എന്നൊരു സംഗതിയില്ല, അത് ശിർക്കാകുന്നു. കേട്ടോളൂ. ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടാ. എന്നിട്ട് ചെയ്ത്താൻ കൂടാന്നാ പറയാ. എന്നിട്ട് ചെയ്ത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ചെയ്ത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിയും ചെയ്ത്താൻ ഇളക്കാൻ വന്ന ചെയ്ത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക, ചെയ്ത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ചെയ്ത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ചെയ്ത്താൻ ഇളക്കലില്ലാത്തത്? ചെയ്ത്താനൊക്കെ മറിഞ്ഞുപോയോ? സെൽഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സെൽഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ചെയ്ത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കണം. കണ്ടോ, ഇതൊരു തട്ടിപ്പാണ്. അങ്ങനെ ശൈത്താൻ കൂടുക, ജിന്ന് ഹാജറാകുക എന്ന് പറഞ്ഞ സംഗതിയില്ല. പഴയ തൗഹീദാണ്. 2007 മുജാഹിദുകൾ ഈ തൗഹീദ് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ജിന്നുകൾ മനുഷ്യരിൽ ഹാളിറാകും, ജിന്നു കൂടും. വല്ലിപ്പാന്റെ രൂപത്തിലൊക്കെ ജിന്നു വരും, മരിച്ചോല രൂപത്തിൽ ജിന്നു വരും. ഷംസുദ്ദീൻ മൗലവി പാലത്ത് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ, KNM വിഭാഗത്തിൽ പ്രമുഖനായ മൗലവി പറയുന്നത് കേട്ടോളൂ. ഹാജറാവാൻ തന്നെ ഹാജറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനോട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ വിവിധ രൂപത്തിൽ ജിന്നുകൾ ഹാളിറാകും. 2002 പിരിഞ്ഞുപോയ മടവൂർ ഗ്രൂപ്പുകാർ പറഞ്ഞു, ജിന്ന് ഹാളിറാകൂല, മനുഷ്യ ശരീരത്തിൽ കടക്കൂല, ഓലാകുമ്പോ തന്നെ ഉള്ളത്. അപ്പൊ സക്കരിയ സലാഹി അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, കടക്കൂല എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? മനുഷ്യരിൽ പിശാച് കടന്ന് വസ്വാസം ഉണ്ടാക്കും. അയാൾ പറയുന്നത് കേട്ടോളൂ. അവൻ ശരീരത്തിൽ കടക്കൂലെങ്കിൽ സുദർ എവിടെ? മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നു. മടവൂരിയാണ് ദുർമന്ത്രമൊക്കെ രണ്ടടിപ്പുറത്ത് പോസ്റ്റ് ചെയ്യല. അവിടെ നിൽക്കേ മദനിയെ, ഒരു ദുർമന്ത്രം. സുല്ലമേ അവിടെ നിൽക്ക്, ഒരു ദുർമന്ത്രം. ഇങ്ങനെ വിടല തന്നെ. ഉളുപ്പുണ്ടോ ശരീരത്തിൽ കടക്കൂലാരെ? അതോ ഇതേ ആണെന്നേ പറഞ്ഞത് നേരത്തെ കടക്കൂലാന്ന്. നോക്കണങ്ങൾ, ഈ ഉളുപ്പുണ്ടോന്ന് ചോദിക്കല് മൂപ്പരോട് തന്നെയാണ്. ഇവരുടെ തൗഹീദിന്റെ അവസ്ഥയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എപ്പോഴും ജിന്നിന്റെ ഒരു ചർച്ച തന്നെയായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സുന്നി വേഴ്സ് നിങ്ങൾ വായിച്ചോ എന്നറിയില്ല, അബ്ദുറഹ്മാൻ നിരിവേറ്റിയുടെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തില് അയാൾ വളരെ കൃത്യമായി പറയുന്നു, ജിന്നുകളുടെ ഒരു കാലം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. എവിടെ തിരിഞ്ഞാലും മറിഞ്ഞാലും ജിന്നായിരുന്നു. അയാൾ പറയുന്ന ഒരു സംഭവം കേട്ടോ നിങ്ങള്. സക്കരിയയെ പുറത്താക്കുന്നതുവരെ ഒളിഞ്ഞും തെളിഞ്ഞും പല നേതാക്കളും ഈ ആശയക്കാർ തന്നെയായിരുന്നു. തിരുത്തില്ലാത്ത വിധം ഔദ്യോഗിക പരിപാടികളിൽ ജിന്ന് കയറി വന്നു. 2007 ഫെബ്രുവരിയിൽ മലപ്പുറത്ത് നടന്ന ഒരു യോഗത്തിൽ എല്ലാ നേതാക്കളെയും സാക്ഷി നിർത്തി അബ്ദുറഹ്മാൻ അൻസാരി കുറ്റിപ്പുറം കോട്ടക്കലിൽ ഒരു ജിന്ന് ആകാശത്തേക്ക് കേറിപ്പോയത് നേരിട്ട് കണ്ടുവെന്ന് പ്രസംഗിച്ചു. മുജാഹിദിന്റെ ഔദ്യോഗിക പരിപാടിയിൽ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തുകയായിരുന്നു അബ്ദുറഹ്മാൻ അൻസാരി കുറ്റിപ്പുറം. അപ്പോഴാണ് കുട്ടികൾ ആകാശത്തേക്ക് ഒരു വാണം വിട്ടു. മൗലവി പറഞ്ഞു, ചിന്നത കയറി പോകുന്നു. അന്നത്തെ പ്രഭാഷണത്തിൽ അയാൾ അത് കൃത്യമായി അവതരിപ്പിച്ചു. ഞാൻ കോട്ടക്കൽ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു ജിന്ന് ആകാശത്തേക്ക് കയറിപ്പോയത് ഞാൻ നേരിട്ട് കണ്ടു. അബ്ദുറഹ്മാൻ ഇരുവേറ്റി പറയാണ്, അയാൾ ആ വിഷയം സംസാരിച്ചിട്ട് സദസ്സിലുള്ള ഒരാളും ആ വിഷയത്തെ തിരുത്തിയില്ല, കഴിഞ്ഞില്ല. രണ്ടാമത്തെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടന്ന സാൽവേഷൻ എക്സിബിഷനിലേക്ക് ഒരു ജിന്നുത്താത്ത വരികയും
2 ദിവസം പരിപാടികൾ പങ്കെടുത്ത് തിരിച്ചു പോയെന്നും കഥകളുണ്ടാക്കി. നിച്ച് ഓഫ് ട്രൂത്തിന്റെ പരിപാടിയിൽ സാൽവേഷനിൽ 2 ദിവസം ഒരു ജിന്നിത്താത്ത വന്ന് താമസിച്ചു എന്ന് മുജാഹിദിന്റെ നേതാക്കൾ. അന്നൊരു ജിന്നിന്റെ കളിയായിരുന്നു സഹോദരങ്ങളെ. അന്ന് മേശയുടെ വലിപ്പ് അടക്കാൻ വയ്യ, ഒരാൾക്ക് സ്വസ്ഥമായി ബെഡിൽ കിടക്കാൻ വയ്യ, ഒരാൾക്ക് നിലത്തൊന്ന് ഊന്നൽ കൊടുത്ത് നിൽക്കാൻ വയ്യ, ഒരാൾക്ക് അയാളുടെ കസേരയിൽ ഇരിക്കാൻ വയ്യ. കാരണം എന്താണ്? അവിടൊക്കെ ജിന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. വലിപ്പ് തുറന്നിട്ട് ചില മൗലവിമാര് അന്ന് അടക്കാതെ പോയി. കാരണം ഞാൻ അടച്ചിട്ട് അതിന്റെ ഉള്ളിൽ ജിന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി തുറക്കും പറ്റും കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസം തുറക്കാതെ വെച്ച് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൊട്ട്, ടയർ പൊട്ടിയതാണ്. ബസ്സിലുള്ള സർവ്വ മുജാഹിദും പറഞ്ഞു ജിന്ന് ടയറിന്റെ ഉള്ളിൽ കുടുങ്ങി. ഇങ്ങനെ തുടങ്ങി മുജാഹിദുകൾക്കിടയിൽ ഒരു ജിന്നിന്റെ ഒരു വലിയ വിപ്ലവം തന്നെയായി. ഞാൻ വെറുതെ പറയില്ല, അത് ഡോക്ടർ സുബൈർ വിശദീകരിക്കുന്നത് മോനെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കേ. അയാള് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനെയെന്നറിയോ? അവിടെ നിന്നാ നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ജിന്നുകൾ കടന്നു വന്നപ്പോ തൗഹീദിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ ആ ജിന്നിന്റെ കടന്നു വരവ് രസകരമായി നമ്മളൊന്ന് മുജാഹിദിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചു. ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഇരുന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു. ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ, ഞാനിപ്പോ ഈ ഡെസ്ക് അങ്ങ് നീക്കിട്ട് അവനോട് കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടായി ചോദിച്ചാൽ എന്തിനാ എൻ്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിനെ മേത്ത മൂത്രമൊഴിച്ച് പിന്നെ ജിന്ന് പ്രതികരിക്കായിരിക്കും. അപ്പോൾ എന്താണ് മുജാഹിദുകളിലേക്ക് ജിന്നിന്റെ കടന്നാക്രമണം ഉണ്ടായപ്പോൾ പലർക്കും ബാത്റൂമിൽ തന്നെ പോകാൻ കഴിഞ്ഞില്ല. കാരണം പലരും ദിവസങ്ങളോളം ബെഡിൽ തന്നെ മൂത്രമൊഴിക്കേണ്ടി വന്നു. കാരണം ജിന്നുണ്ട് എന്നാണ് മൗലവിമാർ പറഞ്ഞത്. പിന്നെ മത്സ്യം കഴുകിയ വെള്ളം ഒഴിക്കാൻ കഴിയുന്നില്ല. വല്ലപ്പോഴും ജിന്നിന്റെ മുഖത്തേക്കാകുമോ എന്ന് പേടിച്ചിട്ട് സ്ത്രീകൾ പലപ്പോഴും മൗലവിമാരുടെ മുഖത്തേക്ക് ഒഴിച്ചു. കാരണം എന്താ പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല, നേരിട്ട് തന്നെ അഭിമുഖീകരിക്കൽ. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം മുജാഹിദിനുണ്ടായി സഹോദരങ്ങളെ. ഇനി മനുഷ്യ ശരീരത്തിൽ ജിന്ന് കടക്കുന്നു എന്ന് മുജാഹിദ് പുതിയ തൗഹീദ് കണ്ടെത്തി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം അവർ പറഞ്ഞു, നമ്മൾ അറിയാത്ത കോലത്തിൽ നമ്മെ ശൈത്താൻ ശല്യപ്പെടുത്തും, നമ്മൾ അറിയാത്ത കോലത്തിൽ ശൈത്താൻ നമ്മെ ഉപദ്രവിക്കും. ആ ഉപദ്രവം വസ്വാസ് മാത്രമല്ല, മനുഷ്യന്റെ ശരീരത്തിൽ കടന്നുകൊണ്ടുള്ള ശല്യം കൂടിയാണ്. ആര് പറയുന്നു? ഒരു മുജാഹിദ് മൗലവി. സക്കരിയ സുലായി മാത്രല്ല ഈ വാദം പറഞ്ഞത്, പക്ഷേ പറഞ്ഞപ്പോ എല്ലാരും ഉണ്ടേനി. അവസാനം മുജാഹിദിൽ ഒന്നായി ചെയ്ത്താൻ കയറി. അപ്പണ്ടല്ല നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ സുലൈമാൻ നബിന്റെ പേരിൽ ഒരു കോഴിക്കുട്ടിനെ നിർത്തിയാക്കല് കാക്ക പിടിക്കാതൊക്കെ എന്നതുപോലെ ചെയ്ത്താൻ വഹാബിയാളാകെ കുളം കലക്കാൻ നിന്നപ്പോ ചേക്കുട്ടി പാപ്പാന്റെ പേരിൽ AP അബ്ദുൽ ഖാദർ മൗലവി ആ സാധുവിനെ ഉയിഞ്ഞങ്ങിട്ടതാണ്. അല്ലാതെ ഈ പറയുമ്പോ എല്ലാരും ഒപ്പുണ്ട്. മുജാഹിദ് മൗലവിമാർ ഒന്നിച്ചൊപ്പിട്ടെടുത്ത തീരുമാനം നോക്കുങ്ങള്. ശൈത്താൻ നമ്മളറിയാതെ നമ്മെ ശല്യപ്പെടുത്തും, രോഗമുണ്ടാക്കും. അടുത്തത് ഒരാളുടെ രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. അടുത്തത് പിശാച് മനുഷ്യരിൽ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. ഏറ്റവും വലിയ സംഗതി എന്താ? പിശാച് ശരീരത്തിൽ പ്രവേശിക്കുന്നതല്ല. ഏറ്റവും വലിയ സംഗതി മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി, നാലും ഒരു മഹാന്മാരല്ലേ, ഓരെ വിളിച്ചൂടെ, എന്നാ പിന്നെ വിളിച്ചോ മൊയ്തീൻ ശൈഖേ. അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ അത് വഹാബികളൊരു തന്ത്ര. 70 കൊല്ലം കൊണ്ട് നടന്ന തൗഹീദ് ഒന്നായിട്ട് ആമ്പലം മറിയണം. ഇതിന്റെ അയ്യും കൗക്കോലൊക്കെ വേറെടുക്കുമ്പോ മുന്നിലിരിക്കുന്ന അനുയായികൾ അത് അറിയാൻ പാടില്ല. അതിന് നമ്മക്കുണ്ടല്ലോ ഈ കറക്കാൻ പോണ പശു കുറുമ്പ് കാട്ടുമ്പോ ചന്തിക്ക് 2 കൊട്ടൊട്ടിട്ട് ഒരു സോപ്പിടലുണ്ട് എന്ന മാതിരി വഹാബി അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ശാന്തരായി നിൽക്കാൻ എപ്പോഴും 2 ഔലിയാക്കളെ തെറി പറഞ്ഞാൽ മതി. എന്നാ ഓല അങ്ങനെ അടങ്ങിന്ന് എല്ലാം കേട്ടു. അപ്പൊ ആ കോട്ടിമാട്ട് എന്നാണ് സക്കരിയയിലും പറയാ. അതാണ് ആ പരിപാടി.
ഇർക്കിലും ബിദ്അത്തിലും ഹറാമിലും എത്തിക്കുക, ഇതാണ് ഏറ്റവും വലിയ സംഗതി. അതിനെതിരില്ല നമ്മുടെ മുഖ്യ പടയോട്ടം. എന്നിട്ട് അതേ തീരുമാനത്തിൽ പറയാണ്, എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമേ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. തീർന്നില്ല. റുഖ്യയുടെ ഭാഗമായി അടിക്കുക പോലെയുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. അടിച്ചറക്കുക എന്ന് പറയും, അത് പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല, ശരീരത്തിൽ ബാധിക്കും. അതിന് റുഖ്യ ശറയ്യ ചെയ്യാവുന്നതാണ്, പക്ഷെ അതിന്റെ ഭാഗമായി അടിക്കുക തീരുമാനങ്ങൾ വളരെ കൃത്യമായി ഈ കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ചു, കേന്ദ്രം അംഗീകരിക്കുകയും ആ കാര്യം വളരെ കൃത്യമായി നമ്മുടെ സംസ്ഥാന കൗൺസിലിൽ പറയുകയും ചെയ്തു. ഇതിൽ ഒപ്പിട്ടത് സി കുഞ്ഞു മുഹമ്മദ് അനി പറപ്പൂർ, ടി എൻ അബ്ദുൽ ലത്തീഫ് മദനി, എം അബ്ദുറഹിമാൻ സലഫി, കെ സക്കരിയ സുലാഹി, അബൂബക്കർ സലഫി, ഹനീഫ് കായക്കൊടി, ഷമീർ മദീനി, ഷംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇങ്ങനെ അബൂജഹലല്ലാത്ത എല്ലാവരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്ത്? ശൈത്താൻ നമ്മളറിയാതെ നമ്മെ ശല്യപ്പെടുത്തും, രോഗം ഉണ്ടാവും. പക്ഷേ ഈ മുജാഹിദീങ്ങൾ ശൈത്താൻ ഉണ്ടാക്കുന്ന രോഗം കണ്ടെത്തി, പക്ഷെ മരുന്ന് കണ്ടെത്തിയില്ല. അതിൽ തന്നെ പറഞ്ഞല്ലോ, ശൈത്താൻ ശല്യപ്പെടുത്തും, പക്ഷെ ശൈത്താനെ പറഞ്ഞയക്കാൻ പാടില്ല എന്നാണ്. ശൈത്താനെ പറഞ്ഞയക്കാൻ പാടില്ല എന്ന് ചങ്ങരംകുളം മുജാഹിദിലെ ഒരു ടീം പറഞ്ഞപ്പോ, മടവൂരിലത് വേറെ പറയണ്ടേ, ചങ്ങരംകുളം മുജാഹിദ് അത് പറഞ്ഞപ്പോൾ ചങ്ങരംകുളം മുജാഹിദിൽ തന്നെ ഒരു കൂട്ടർ ഇപ്പൊ വന്ന പ്രതിസന്ധി രംഗങ്ങൾ അസുഖം മനസ്സിലായിട്ട് മരുന്ന് കിട്ടാതൊക്കെ എന്ന് പറഞ്ഞ അത്ര വലിയ ഓയലിച്ച വേറെ ഏതാ? ശൈത്താൻ വരും. പക്ഷെ ഈ ശൈത്താന് ഹോസ്പിറ്റലിൽ ശൈത്താൻ പള്ളിയിലെടുത്തുണ്ടാക്കിയതിന് ഡോക്ടറെ എത്തി എന്നാല് ഡോക്ടർ സൂചിക്ക് എഴുതും, പക്ഷെ സിസ്റ്റർക്ക് നമ്മളെ നരമ്പേ കിട്ടുള്ളൂ, ശൈത്താന്റെ നരമ്പ് അടിച്ചാൻ കിട്ടൂല. ആ ഒരു പ്രതിസന്ധി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അപ്പോ സഹോദരന്മാരെ, ചങ്ങരംകുളം മുജാഹിദ് ആ ഒരു പ്രതിസന്ധിയിലേക്ക് പോയപ്പോ ജീവനെ പേടിയുള്ള കുറച്ച് മുജാഹിദീങ്ങൾ അതൊന്നും നടക്കൂല, തടി സലാമത്താക്കാനുള്ള പണി നോക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മുജാഹിദീങ്ങളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ അടിച്ചിറക്കാനും പിടിച്ചിറക്കാനും ചവിട്ടിയിറക്കാനും തുടങ്ങിയ ഒരു കാലം വന്നിരുന്നു. എന്നിട്ട് ഇതിനുള്ള ചികിത്സ എന്താ? മുജാഹിദുകൾ പല ജാതി ചികിത്സകളും നടത്താൻ തുടങ്ങി. എന്തൊക്കെ? മുജാഹിദിന്റെ സംസ്ഥാന നേതാവ് അഹമ്മദ് അലി മദനി സംസ്ഥാന കൗൺസിലിൽ വെച്ച് പ്രസംഗിച്ചു. ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ, മുജാഹിദ് പള്ളികളുടെ ഓരോ പള്ളികളിലും ജിന്ന് ക്ലിനിക്കുകൾ ആരംഭിക്കണമെന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മുജാഹിദ് മൗലവിമാർ വരെ ആവശ്യപ്പെടാൻ തുടങ്ങി. എല്ലായിടത്തും ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ വേണം. ആ മൗലവിമാർ പറഞ്ഞതാ. കാരണം മുജാഹിദുകൾ ജിന്ന് ചികിത്സകൾ തുടങ്ങി. എന്തൊക്കെ ചികിത്സ? അബ്ദുൽ ലത്തീഫ് മൗലവി അത് വിശദീകരിക്കുന്നത് കേട്ടോളൂ. മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറിക്കൂടുമെന്നും കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല, അതിന് ആത്മീയമായ ചികിത്സകൾ വേണം. അത് വടികൊണ്ടുമാവാം. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മൾ ചോദിക്കുക, നമ്മൾ അത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് സ്ഥലത്ത് രണ്ട് ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലും അല്ല. കാരണം എന്താ? സ്കൂളും തികഞ്ഞിട്ടില്ല, മദ്രസയും തികഞ്ഞിട്ടില്ല. അതുങ്ങൾ കഴിയണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കുകയാണ്. എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനങ്ങൾ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു, ഈ വിരലിന്മേലാണ് ജിന്ന്. ഈ വിരലിന്മേലാണ് ജിന്ന്. എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടു. തീർന്നില്ല. തൊട്ടടുത്തുടനെ എടവണ്ണയിലെ മുണ്ടേങ്കരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി. ബാക്കി പറയണ്ടല്ലോ. ബാക്കി പറയണ്ട. വളരെ മോശം പരിപാടിയല്ലേ? ജിന്ന് ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ മലർത്തി കിടത്തിയിട്ട് മൗലവി കാലിന്റെ മുകളിൽ കയറി നിൽക്കുക. ഇതൊക്കെ പല ചികിത്സ. മുജാഹിദുകൾ ജിന്ന് ചികിത്സകൾ, അടി ചികിത്സകൾ തുടങ്ങി. പിശാചു ബാധയേറ്റാൽ തൗഹീദിന്റെ ചികിത്സയുണ്ട്, ശിർക്കിന്റെ ചികിത്സയുമുണ്ട്. എല്ലാരും ഓർത്തോളി. ശിർക്കിന്റെ ചികിത്സയുണ്ട്,
തൗഹീദിന്റെ ചികിത്സയുണ്ട്. വേറൊരു ഗ്രൂപ്പ് ചികിത്സിച്ചത് എങ്ങനെ അറിയോ? മന്ത്ര ചികിത്സകളാ. ഖുർആൻ തെറാപ്പി എന്നാ ഒരു പേരിട്ടത്, ഖുർആൻ തെറാപ്പി. എന്നിട്ടോ ആ മന്ത്ര ചികിത്സ മുജാഹിദുകൾ പലരും ചെയ്തു. ഘട്ടങ്ങളിൽ പിശാചി നമ്മളെ സമീപിക്കും. അവിടെ നിന്ന് പോയോക്ക്, ഇവിടെ നിന്ന് പോയോക്ക്. അപ്പൊ ഇരുകാലി പിശാചുക്കളും വരും. എന്റെ സലഫി മുജാഹിദും പറഞ്ഞാലേ കുട്ടിനെ കറുത്ത കണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾ ഇങ്ങനെ മന്ത്രിക്കും. കാരണം അധികവും മറ്റേന്ന് കെട്ടിക്കൊടുന്നാവും സ്ത്രീധനം വാങ്ങാൻ സൗകര്യത്തിന്. അപ്പൊ ഓളെങ്ങനെ തലയണ മന്ദം, മനുഷ്യ നിങ്ങളെ സലഫിയും മുജാഹിദും പറഞ്ഞാൽ നമ്മളെ കുട്ടിന്റെ കാര്യം കേട്ടോ. ഓളൊരു കരച്ചിലും അതിലിപ്പം വീണ് നെജ്ജു എന്റെ ആങ്ങളെയും കൊണ്ടേക്ക് ആരും അറിയണ്ട. അങ്ങനെ തലയിൽ മുണ്ടിട്ടിട്ട് മെല്ലെ പോകുക. കണ്ടോ, ഓൻ കെട്ടിയപ്പോ എന്താ പറഞ്ഞേ? ഞാൻ കെട്ടിക്കൊണ്ടൊന്ന് നന്നാക്കല്ലേ. ഇപ്പൊ ആരാ നന്നായത്? മൂപ്പര് നന്നായി, ഓള് നന്നായില്ല. കണ്ടോ എത്ര എത്ര ആളുകളുണ്ട് എന്നറിയോ അറിയാതെ ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നത്. അപ്പോ പണ്ട് അങ്ങനെ പോയത്, മുണ്ടൊക്കെട്ട് ആരും കാണാതെ രാത്രി പോകും. ഇപ്പൊ കാലം കഴിഞ്ഞു, ഇപ്പൊ തന്നെ മന്ത്രിക്കാൻ തുടങ്ങി. ആളുകൾ പഠിക്കട്ടെ ഇതൊക്കെ. ഇനി നെക്സ്റ്റ് എടുക്ക്. ഇനി സക്കരിയാസലായി മന്ത്രിച്ചതാ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ഇതൊക്കെ ഞങ്ങൾ ആഘോഷിക്കാതിരിക്കോ? മന്ത്രിച്ച ഞങ്ങളെ ഉസ്താദുമാരെ നിങ്ങൾ മുസ്ലിക്കാക്കി, ഖുറാഫി എന്ന് വിളിച്ചു, നിങ്ങൾ ആക്ഷേപിച്ചു. നിങ്ങൾ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി മന്ത്രിച്ചു എന്ന് മാത്രമല്ല, മന്ത്രിച്ച സ്വഹാബികൾ കണ്ടില്ലേ നിങ്ങള്? ഒരു ഗ്രാമത്തിൽ പോയപ്പോ ഗ്രാമത്തലവന് പാമ്പ് കടിയേറ്റ ആള് ബോധം കെട്ട് കിടക്കുക. സ്വഹാബികളോട് ചോദിച്ചു, ഞങ്ങളെ നേതാവിന് പാമ്പ് കടിയേറ്റിട്ടാക്ക് ബോധമല്ല, നിങ്ങളൊന്ന് മന്ത്രിക്കോ? ഒരു പറഞ്ഞു മന്ത്രിച്ചു തരാം, പക്ഷെ വെറുതെ ആവൂല. ഒറ്റ മന്ത്രത്തിന് 30 ആട് കൂലി വേണം. ബുഖാരിയിലുള്ള സംഭവ. മന്ത്രിച്ചു തരാം, 30 ആട് കെട്ട് തരണം. ആട് മുജാഹിദിന്റെ ആ ആടല്ലോ, അറബിയിലെ ആട് തരാതാ. അപ്പോ എന്തുണ്ടായി? മന്ത്രിച്ചു കൊടുത്തു. ഒരു സഹാബി പോയി ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ബോധം കെട്ട മനുഷ്യൻ എഴുന്നേറ്റിരുന്നു. പറഞ്ഞു ഉണ്ടോ കൂലി 30 ആട്. 30 ആടും വാങ്ങിയിട്ട് അവരെ എങ്ങോട്ടാ പോയത്? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബിയോട് പറഞ്ഞു, നബിയേ ഇത് മന്ത്രിച്ചു ഞങ്ങൾക്ക് കിട്ടിയ ആടാണ്. എന്തിനാടാ ചെയ്തത്? അത് ഖുറാഫാത്തല്ലേ എന്നാ പറഞ്ഞേ? അല്ല, 30 ആടുണ്ടല്ലോ, 29 എണ്ണം നിങ്ങൾ എടുത്തോ, 1 എനിക്കും തന്നോ. മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം എന്താ? 1 നബി തങ്ങൾ എടുത്തില്ലേ, പിന്നെ വഹാബി വന്നിട്ട് പറയും കണ്ടോ അത്ര നല്ലതൊന്നല്ല, അത്ര നല്ലതാണെങ്കിൽ 1 നബി എടുക്കൂലേ എന്ന് പറയണ്ട എന്ന് കരുതിയിട്ട് 1 എടുക്കുന്നു. അത്രയും നല്ല ഹലാലായ മുതലാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പയല്ലേ കഥ അറിഞ്ഞത്? ഇപ്പൊ ഇവർ മന്ത്രിക്കാൻ തുടങ്ങി. ജിന്ന് വന്നപ്പോ സക്കരിയ സലായിക്ക് ഇജാസത്തൊന്നുമില്ല. അയാളൊരു ഭ്രാന്തനെ മന്ത്രിക്കാൻ പോയ കഥയുണ്ട്. അയാൾ തന്നെ പറയും, ഭ്രാന്തനെ മന്ത്രിക്കാൻ അയാൾക്ക് നേരെ പേടിയായിട്ട് അയാൾ എന്തത്ര ചെയ്തത്? അയാൾ ഖുർആൻ ഉള്ള ഒരു CD, ഒരു ടേപ്പ് റെക്കോർഡിൽ ഇട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മന്ത്രത്തിന്റെ പുതിയ കോലമാണ്. ഭ്രാന്തൻ കടന്നു വന്നപ്പോ ഇയാള് ടേപ്പ് റെക്കോർഡില് പിന്നെ കേസറ്റ് ഇട്ടിട്ട് ഭ്രാന്തന്റെ കാതിൽ അതിന്റെ എയർഫോൺ വെച്ചു കൊടുത്തത്രേ. എങ്ങനെ ഉണ്ടാവും? പുതിയ മന്ത്രമാണ്. ഞങ്ങൾ മന്ത്രിച്ച പോലെയല്ല. സുബ്ഹാന ജല്ലല. ഇയാൾ പറയാണ്, ഞാനിങ്ങനെ ഓങ്ങനെ ഇളകിന് കണ്ടപ്പോ ആകെ പേടിച്ചു പോയി, കയ്യാത്ത പണിക്ക് നിൽക്കണോ? എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഞാൻ എന്റെ ശരീരത്തേക്ക് കയറണ്ടെന്ന് കരുതിയിട്ട് ആയത്തുൽ കുർസി ഓതിയാണ് കുറച്ച് അപ്പുറത്ത് പോയിരുന്നു. ഇയാളെ ശരീരത്തിൽ പിന്നെ കയറേണ്ട ആവശ്യമുണ്ടോ? ഇയാളെന്നെ അതന്നെയല്ലേ, പിന്നെ ശൈത്താൻ വേറെ കയറണോ? എന്നിട്ട് ഇയാൾ പറഞ്ഞത്രേ, ഉഖ്ർജതുവല്ല. എന്താ പറഞ്ഞറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് ഒരു ദിവസം ശൈത്താൻകാരി ഒരാൾ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്ർജ് അതുവല്ല, അള്ളാന്റെ ശത്രു, പോടാ അവിടുന്ന്. ശൈത്താനോട് ഇറങ്ങാൻ പറഞ്ഞ ശൈത്താൻ ഇറങ്ങിപ്പോയി. അപ്പൊ ഇയാളിങ്ങനെ പറഞ്ഞത്രേ, ഉഖ്ർജതുവല്ല. അതിന്റെ പോണൂല, പറയേണ്ട ആളെന്നെ ഇയാളല്ലേ. പിന്നീട് പോണ്. അവസാനം എന്താണ് മന്ത്രത്തിന്റെ പരിസമാപ്തി എന്താണെന്നറിയങ്ങള്? അയാൾ പറയാണ്, പ്രാർത്ഥലാകെ ഇളകിയിട്ട് എന്റെ ലാപ്ടോപ്പ് അടിച്ച് പൊളിച്ച് എന്റെ ടേപ്പ് റെക്കോർഡൊക്കെ നശിപ്പിച്ച് ആകെ നാശനഷ്ടങ്ങൾ. ഒരു മന്ത്രത്തിന് തന്നെ 16 കണക്കിന് നഷ്ട.
ഇതാണ് സക്കരിയ സലാഹിയുടെ പുതിയ മന്ത്രം. നിങ്ങൾ കാരണം ഈ കോലത്തിൽ മന്ത്രിച്ചാൽ നിങ്ങൾ ജിന്ന് ക്ലിനിക്കുകൾ തുടങ്ങുമ്പോൾ ഓരോ ക്ലിനിക്കിന്റെ മുന്നിലും ഒരു ആംബുലൻസ് നിർത്തിയിടേണ്ടി വരും. കാരണം ഭ്രാന്തന്മാരിൽ നടി കിട്ടിയിട്ട് എല്ലാ ദിവസവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് നിങ്ങൾക്ക് വരും. അത് ഞാൻ പറഞ്ഞതല്ല, നമ്മൾ പറഞ്ഞ ആരോപണമൊന്നുമല്ല. മന്ത്രിച്ച് കേസറ്റിട്ടുള്ള മന്ത്രം വരെ സക്കരിയ സലാഹി അവതരിപ്പിക്കുന്നു. മുജാഹിദുകൾക്ക് പരിശോധിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കൂടുതൽ നിലനിൽക്കൂല ഈ മന്ത്രം എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഏതായാലും സക്കരിയ സലാഹി മന്ത്രിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്ന ആൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് സക്കരിയ സലാഹി നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നാ ചോദ്യം. മറുപടി പറയും. കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. ജിന്ന് ചികിത്സ അർഹിക്കുന്ന ഒരാൾ വന്നപ്പോൾ ഇയാള് ചികിത്സിക്കാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ഫറൂഖിലുള്ള ഈ മാനസികരോട് ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ ഇവിടുന്നല്ലേ വരുന്നത് എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന്റെ കേഫിന്റെ സീഡി കേട്ടിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. സൂറത്ത് മറിയമിന്റെയും കേഫിന്റെയും സീഡി കേൾപ്പിച്ചു കൊടുക്കാൻ ബാലുശ്ശേരി പറഞ്ഞു. ഓതിവതാനല്ല, സീഡി കേൾപ്പിച്ചു കൊടുക്കാൻ. ഇത് കേട്ടാൻ വേണ്ടി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽ ഇട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്നിട്ട് ഒന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ എല്ലാ രോഗികളും ഖുർആൻ ചികിത്സ അറിയിക്കുന്ന എല്ലാവരും ഗൾഫിലേക്ക് പോകണം. എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി. ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക. അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡ് സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന രോഗിയായ ആൾക്ക് ടേപ്പ് റെക്കോർഡറിൽ ഖുർആൻ ഇട്ടിട്ട് ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു കൊടുത്തു. എന്നിട്ടോ അങ്ങനെ ഖുർആൻ കേട്ടിട്ട് ചെയ്താൻ ഇളകിയാൽ എന്നെ പിടിക്കാതിരിക്കാൻ ഞാൻ ആയത്തിൽ കുറിച്ച് ഓതി. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറായി, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ അതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബാധയുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഉഖ്റുജ് അദുവല്ലാഹ് അന നബിയുല്ലാഹ്, ഉഖ്റുജ് അദുവല്ലാഹ് അന നബിയുല്ലാഹ്. ശൈത്താൻ അങ്ങ് പോയി. ആ ദിക്ർ ഇയാള് ചൊല്ലിയാലുണ്ടോ ഫലിക്ക? അയാള് ചൊല്ലി നോക്കിയാലോ? ചാടി എണീറ്റ് പാടിന്റെ ടേപ്പ് ഇയാള് ചൊല്ലിയപ്പോ ശൈത്താൻ കൂടി. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുറന്ന മാതിരി എന്താടാ നീ കാണിച്ചു? അല്ല ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ ഇവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ? നൂറിന്ന് എന്തോ വന്നപ്പോ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നത്. ഞാൻ വാതിൽ വന്നപ്പോ അദ്ദേഹത്തെ നിങ്ങളിപ്പോ എന്താ അവിടെ റുക്കിയ നടത്തി വെച്ചു? നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്. ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ. അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ട്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്. നമ്മളെ ജന്മീയത്തിന് മധ്യ ഒരു ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഇതാണ് യഥാർത്ഥം സംഭവിച്ചിട്ടുള്ളത്. ഇവരോട് തന്നെ ചോദിക്കാനില്ലേ, ഒരു രോഗി വന്നാൽ ഖുർആൻ ഓതി മന്ത്രിച്ചാൽ ശിർക്കായി പോവും, അല്ലെങ്കിൽ മന്ത്രം നടത്തിയാൽ ശിർക്കായി പോവും. എന്നാൽ ടേപ്പ് റെക്കോർഡർ എടുത്ത് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കണമെന്ന് ഏത് ആയത്തിലാണ്, ഏത് ഹദീസിലാണ്, ഏത് തെളിവാണ്? പക്ഷേ എന്തു ചെയ്യാനാണ്? സക്കരിയ സലാഹിയുടെ ഒന്നാമത്തെ മന്ത്രത്തിൽ തന്നെ 50,000 രൂപ നഷ്ടം. ലാപ്ടോപ്പ് പോയി, ടേപ്പ് റെക്കോർഡറും പോയി, അവിടെയുള്ള സാധനങ്ങളെല്ലാം കേടുവന്നുപോയി. ഇതുപോലെയല്ലേ സഹോദരങ്ങളെ, ഇവർക്കൊക്കെ ദീന് പറയാൻ എന്ത് അവകാശമാണ്?
ഇവർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ നിയമങ്ങൾ പറയാൻ വല്ല അർഹതയുമുണ്ടോ? അപ്പോ ഖുർആൻ കേട്ടാ ശൈത്താൻ അളകുന്ന മനസ്സിലായി നിങ്ങൾക്ക്. പക്ഷെ ഈ രൂപത്തിൽ അളകിയാൽ സകല ലാപ്ടോപ്പ് അടിച്ചൊരു ഭാഗത്താക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനൊക്കെ ഒരു ഇജാസത്തും അതിനൊക്കെ ഒരു ചിട്ടിങ് ഉണ്ട്. അതൊന്നും ഇല്ലാതെ മന്ത്രിക്കാൻ പോയാൽ ഈ കോലത്തിലുണ്ടാവും. കഴിയാത്ത പണിക്ക് നിൽക്കണ്ട. ഞങ്ങളെ ഉസ്താദുമാരെടുത്ത് വന്ന് സുന്നിയായിട്ട് മന്ത്രം പഠിച്ചു പോയി മന്ത്രിച്ചോ കേട്ടോ. അല്ലാതെ മന്ത്രിച്ചാ ഈ കോലത്തിലുണ്ടാവും. മന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അല്ലെങ്കിൽ ആരെങ്കിലും ഭ്രാന്തന്റെ ചവിട്ടിൽ ഇത് വെച്ചു കൊടുക്കൂ. ആ ചെയ്താക്കും സുഖമില്ലാന്നല്ല അതിന്റെ മൈന. നിങ്ങൾ നോക്ക്, അയാളെയാണ് ആദ്യം മന്ത്രിക്കണ്ടത്. ഇത് സക്കരിയാസരായി മന്ത്രിച്ചപ്പോ നമ്മൾ അപ്പുറത്തുള്ള അനസ് മൗലവി ഉണ്ടല്ലോ, അയാൾ കുറെ സ്ഥലത്ത് പോയി പറഞ്ഞു, കണ്ടോ നമ്മളെ സക്കരിയാസരായി ഇപ്പൊ വലിയ മന്ത്രിക്കുന്ന ആളാണ്. അപ്പൊ അടുത്ത പ്രസംഗത്തില് സക്കരിയ പറയാണ്, അനസേ കളി വേണ്ട, ഞാൻ മാത്രമല്ല നമ്മൾ രണ്ടുപേരുമല്ലേ പണ്ട് മന്ത്രിക്കാൻ പോയത്. കളി പുറത്തായി. അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ, സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു, ഞാൻ ഇനി കുറച്ചും കൂടി പറയും, പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഓലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരൊന്നല്ല, ഹാഫിദീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിനോട് പറഞ്ഞേക്ക്. മന്ത്രിക്കാത്ത ഒരു സാധനം ഇല്ലല്ലോ, ജിന്നിനെ അടിച്ചെടുക്കാത്ത ഒരു സാധനം ഇല്ല. അനസ് മൗലവിയൊക്കെ സുബൈർ ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് അത്രയും മന്ത്രിച്ചിരുന്നത്. സുബൈർ ഡോക്ടർ പറഞ്ഞ മന്ത്രത്തിന്റെ ആള്, ഞാൻ കാണിച്ചു തരാം സാധനത്തിന്. അയാളെ മന്ത്രിക്കുന്ന ആള്, ആ മന്ത്രജ്ഞനായ ഇപ്പറഞ്ഞ സുബൈർ ഡോക്ടർ അയാളെടുത്ത് പോയിട്ടുണ്ടത്ര അനസു എല്ലാവരും എന്ന് മാത്രമല്ല ഹജ്ജിന് പോയോടത്ത് വരെ ജിന്നിനെ ഇറക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലക്കാരനായ ഡോക്ടർ സുബൈർ ഉണ്ട്. അയാൾ ഈ മന്ത്രത്തിന്റെയും ജിന്നിന്റെയും സ്പെഷ്യലിസ്റ്റാണ്. അയാൾ ഇപ്പൊ പറയുന്നു മന്ത്ര ചികിത്സ അത് വലിയ പുണ്യമുള്ളതാണ്, ഖുർആൻ ഓതി മന്ത്രിക്കണം. അപ്പൊ ഇത് പണ്ട് മുജാഹിദുകൾ അംഗീകരിച്ചിരുന്നില്ല, മുജാഹിദുകൾ ഇപ്പൊ അടുത്താണ് ഇത് അംഗീകരിക്കാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹവുമായി നടത്തിയ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടോളൂ. ഇടയ്ക്ക് കുറച്ച് ഞാൻ മറന്നു. അതായത് ഈ പിന്നെ നമ്മുടെ ഈ ചില ആളുകൾക്ക് ഇങ്ങനെ ഈ പൈശാചികമായ ഉപദ്രവം ഉണ്ടായിട്ട് കൂക്ക് വിളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന രോഗികളുണ്ടല്ലോ, അത്തരം ഒരു രോഗികളെ സാറെ പോലുള്ള ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഭൗതികമായ എന്ത് വ്യാഖ്യാനം? അത് ഇങ്ങനെ കൂക്ക് വിളിച്ചു വന്നു കഴിഞ്ഞാല് തലച്ചോറിനെ തളർത്തുന്ന മരുന്ന് കൊടുത്ത് മയക്കി കിടത്തുന്നല്ലാതെ അതിന്റെ രോഗത്തിന്റെ അടിസ്ഥാന കാരണം ചികിത്സിക്കാൻ സാധ്യമല്ല. എന്താന്ന് അറിയില്ല. ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോ മാനസരോഗങ്ങൾ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ ഡോക്ടർ ഒരാൾ മാനസരോഗിയായാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മാനസരോഗിയായിട്ട് അങ്ങനെ മരുന്ന് കഴിച്ചാൽ മരുന്നിന്റെ ഇതില് പിന്നെ തളർച്ചയില് ഒന്നില്ലായാലും മാനസരോഗിയായ അതിന്റെ ക്ഷീണായിരിക്കും, അല്ലെങ്കിൽ മരുന്നിന്റെ ക്ഷീണായിരിക്കും, എന്തിലൊന്നായിട്ട്. ഖുർആനി ചികിത്സ അതിന് ഫലപ്രദമുള്ളൂ, സാധ്യമല്ല. അല്ല, ഇപ്പൊ ഖുർആൻ ചികിത്സ എന്ന് പറഞ്ഞാല് ഇപ്പൊ സക്കരിയ സാറായ പോലത്തെ പറയുന്നുണ്ട്, ആയത്തുൽ കുർസി ഊതിയാൽ കുട്ടികളുടെ ശമനം കിട്ടും, ഇങ്ങനെ ഓരോ വിഷയത്തില്. അതുപോലെ വല്ല മന്ത്രിക്കാണോ ഉദ്ദേശിക്കുന്നത്? മന്ത്രിക്കാം. ഖുർആനിലെ ആയത്തുകൾ, ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ ഓതി രോഗികൾ ഊതുക. അല്ല, അതന്നെയല്ലേ ഇപ്പൊ ഈ സുന്നികളിലും പലരും ചെയ്യുന്നതന്നല്ലേ? അല്ല, സുന്നികളിൽ ചെയ്യുന്ന പറഞ്ഞാൽ അതിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. പിന്നെ ഇപ്പൊ നൂല് മന്ത്രിച്ച് കിട്ടുക, ഏലസ് കിട്ടുക, ഇതുപോലത്തെ കാര്യത്തിൽ അതൊന്നും വേണ്ട, വെറുതെ മന്ത്രിക്കാം, കുഴപ്പമില്ല, ചെയ്യാലോ. മാത്രമല്ല ഊതണമല്ലോ, ഊതുന്നത് എഫക്റ്റീവാണ്. ഊതുന്നത് എഫക്റ്റീവാണ്. എന്താ പിന്നെ ശാസ്ത്രമല്ലേ പറയണത്? അതായത് ഇപ്പോ ജാഹിലിയ കാലത്തെ മന്ത്രം പോലും ശിർക്കില്ലെങ്കിൽ ചെയ്യാവുന്ന റസൂൽ അനുവദിച്ചതാണ്. അല്ലെ ഊത്തിലെന്തോ തകരാറുണ്ട്? അല്ലല്ല, ഊത്ത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കാസറ്റ് കേൾക്കുമ്പോ എഫക്റ്റീവ് അല്ല എന്ന് ഇപ്പൊ മുജാഹിദ് പ്രസിദ്ധീകരണം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് കാരണം ഊതുമ്പോ ഉള്ള എഫക്ട് കാസറ്റ് കേൾക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോ CD വെച്ചുകൊടുത്താൽ ഊത്തില്ലാത്തത് കൊണ്ടാണ് സക്കരിയാക്കിന്റെ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടത്. അതായത് പരിഭാഷയിലൊക്കെ മന്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അൽമനാറിലോ ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഖുർആൻ ഓതി മന്ത്രി ചികിത്സിക്കുന്ന ഒരു രീതി കേരളത്തിൽ മുജാഹിദുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉറുക്കുകെട്ടൽ ജായിസാണെന്ന് KM മൗലവി, അന്നയാൾ നെതുവത്തുൽ മുജാഹിദീൻ പ്രസിഡന്റാണ്. എന്നാൽ വൈസ് പ്രസിഡന്റായ ഉമർ മൗലവി പറയുന്നു അത് ശിർക്കാണ് എന്ന്. ഉറുക്ക് കെട്ടുക എന്ന ഏർപ്പാട് ശരിയാണോ? അല്ലേ?
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മക്കൾക്ക് ഉറുക്ക് കെട്ടിക്കൊടുക്കാറുണ്ട്. മുജാഹിദുകളോട് ചോദിച്ചു ഉറുക്ക് കെട്ടുന്നതിനെ കുറിച്ച്. അവർ പറയും അത് ശിർക്കാണ് എന്ന്. എന്തേ കാരണം? അവർക്ക് സഹാബത്ത് തെളിവല്ല, ഉമർ മൗലവിയാണ് തെളിവ്. അതുകൊണ്ട് നമുക്ക് നിഷ്പക്ഷമതികളോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്താണ് ഉദ്ധരിച്ചത്? എന്നാൽ മഹാന്മാരായ സഹാബത്തെ കിറാം അവരെ സംബന്ധിച്ചിടത്തോളം അവര് മന്ത്രിച്ചൂതിയിരുന്നവരാണ്, അതിന്റെ പേരിൽ കൂലി വാങ്ങിച്ചിരുന്നവരാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്തിന്റെ ചരിത്രം സഹീഹുൽ ബുഖാരിയിൽ കിതാബ് ശുറൂത്ത് എന്ന അധ്യായത്തിൽ മന്ത്രിച്ചോതി പ്രതിഫലവും വാങ്ങിയത് ഇമാം ബുഖാരി ബാബു അഖ്ദിൽ ഉജ്റതി അലർ റുഖ എന്ന ടൈറ്റിലിൽ മറ്റു മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയ വിഷയമാണ്. പറയൂ, ആരുടെ പക്കലാണ് നേരെ? ലൈലുഹാ വനഹാറുഹാ സവാ ഖാല റസൂലുള്ളാഹി. കഴിഞ്ഞുപോയ ഇന്നലകളിലെ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. എല്ലാ തിന്മകളും ഉള്ളത് അത് മഹാന്മാരായ പണ്ഡിതന്മാരെ കൈയൊഴിക്കുന്നതിലൂടെയാണ്, പുതിയ ചിന്താഗതിക്കാരിലൂടെയാണ്. നമ്മുടെ ഏതേത് ആശയങ്ങളുണ്ടോ, ഏതേത് ആദർശങ്ങളുണ്ടോ, ആ ആശയങ്ങളും ആദർശങ്ങളും അത് വളരെ വ്യക്തമായി കൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, മഹാന്മാരുടെ ചിന്താസരണിയിലേക്ക് വരിക, അഇമ്മത്തിന്റെ ജീവിതത്തിലേക്ക് വരിക. ഇമാം ബുഖാരി ഉണ്ടെന്ന് പറഞ്ഞു തന്നതാരാ? ഇമാം മുസ്ലിം ഉണ്ടെന്ന് പറഞ്ഞു തന്നതാരാ? ഇമാം ബുഖാരി ജനിച്ച വർഷം കൂട്ടണേ 94 പിന്നെ 100 കൂട്ടണേ. ഹിജ്റ 100 ചില്ലാനത്തിൽ ജനിച്ച ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹുൽ ബുഖാരി ഉണ്ടെന്ന് പറഞ്ഞു തന്നത് നമ്മുടെ ഇമാമുകളല്ലേ, ഇന്നലകളിലെ നേതാക്കന്മാരല്ലേ? അവരെ വിട്ടുകൊണ്ടൊരു ദീനുണ്ടോ? അതുകൊണ്ട് പറയട്ടെ, മഹാന്മാരായ സഹാബത്ത് മന്ത്രിച്ചൂതുന്നവരാണ്, അവർ ഇസ്തിഗാസ നടത്തുന്നവരാണ്, അവർ തവസ്സുൽ നടത്തുന്നവരാണ്, ആ നിലക്ക് നിലകൊണ്ടവരാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. എന്ന് വിശദീകരിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താ? സക്കരിയ സലാഹി പറയുന്നു, മന്ത്രം, കുന്ത്രം, കുതന്ത്രം എന്നൊക്കെ പറഞ്ഞ അയാൾ മന്ത്രത്തെ പരിഹസിക്കുന്നത് കേട്ടോളൂ. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാൻ ഇല്ല അൻസല ലഹു ദവാ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും, അല്ലേ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിന് വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിഫ് ലാമ് അലിഫ് റാ എന്നൊക്കെ എഴുതുക, എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി മുളച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുഴിപ്പൊടിച്ചാലും അതന്നെ, ബാറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലോ അത് തന്നെ. മുജാഹിദ് സ്ത്രീകൾക്കാണ് കള്ളിങ്ങൾ വിഷയം മനസ്സിലാക്കണം, മറക്കരുത്. എന്നിട്ട് ബാക്കി കാളപൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ? കാളപ്പൂട്ടിന് പോത്തിന്റെ അരയിൽ അത്ര ഐക്കല്ല് കെട്ടുക? എന്താ ഇയാൾ ഈ പറയണത്? പോത്തിന്റെ അരയിൽ ആരെങ്കിലും ഐക്കല്ല് കെട്ടുവോ? സഹോദരന്മാർ, ഒരു കഥയില്ല, എന്തെങ്കിലും അങ്ങനെ പറയാം. പിന്നെ കടലാസിൽ, എല്ലാ കടലാസിലും അലിഫുലാമ് അലിഫ് ബാഗ് അലിഫുലാമ് അലിഫ് ബാഗ് എന്ന എഴുതല് അതൊരു പൊട്ടം പറഞ്ഞ മാതിരിയാണ്. മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളിക കൊടുത്ത് നോക്കി, കവറെല്ലാം തുറന്നു നോക്കി, ഒക്കെ വെള്ളക്കുളി തന്നെ, എല്ലാം ഒന്ന് തന്നെ ആയിരുന്നു ഒരാൾ പണ്ട്. എന്ത് മാതിരിയുള്ള പൊട്ടത്തരാണ് അതിൽ എഴുതൽ? പലതുമാണ്. അത് ആര് എഴുതുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കണം. അല്ലാതെ അലിഫുലാമ് അലിഫ് ബാഗ് ഇങ്ങനെ കണ്ടിയിലൊക്കെ എഴുതി വെക്കലല്ല. മഹാപോഴത്തെ പറയുള്ളൂ. എന്നിട്ട് അത് വലിയ സംഗതിയായിട്ട് ഇങ്ങനെ വഹിച്ചെടുക്കുക ആളുകൾ. അപ്പൊ പഴയ കാലത്ത് മന്ത്രിക്കാൻ പാടില്ല, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചവരായി ഇവർ. എന്നാ നിങ്ങൾക്കറിയോ, 2007 ശേഷം തൗഹീദ് മാറി. തൗഹീദ് മാറ്റിക്കൊണ്ട് പറഞ്ഞു, കുട്ടികൾക്ക് അസുഖം ഉണ്ടാകുമ്പോ
ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കണം. കേട്ടോളൂ, പഴയ പുതിയ തൗഹീദ് വരട്ടെ. നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സെന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഊതി തടവി കൊടുത്താൽ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇതൊക്കെ ഖുറാഫാത്താണോ? ഞങ്ങളോട് ചോദിക്കണ്ട, മുജാഹിദുകളോട് ചോദിക്കണം. ഞങ്ങൾ അന്നേ പറഞ്ഞതാ, ഞങ്ങൾ ഉലമാക്കൾ ഇത് ഖുറാഫാത്തല്ല, ഇത് തൗഹീദാണ്, തെറ്റല്ല, ശിർക്കല്ല. ഇപ്പൊ മൂപ്പര് 2007 ചോദിക്കുക അതൊക്കെ ഖുറാഫാത്താണോ, ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതല്ലേ? ഇതാ സഹോദരന്മാരെ മുജാഹിദുകളുടെ അവസ്ഥ. തൗഹീദ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന യൂത്ത് നേതാവുണ്ട്. അയാൾ പറയാ മന്ത്രത്തെക്കുറിച്ച് ഇപ്പൊ ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. എന്താ ചോദിക്കുക? ഒരു 19 കൊല്ലമായിട്ട് നമ്മൾ മാറ്റിവെച്ചൊരു ഏർപ്പാട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും. എന്നാ സംശയിക്കണ്ട, ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാകുന്നു. അപ്പൊ 50 കൊല്ലം മുമ്പ് ഈ ഹദീസ് വരണ്ടായതില്ലേ? അന്നത് ശിർക്കായിരുന്നു. ഇപ്പൊ 2007 മുജാഹിദുകൾ തൗഹീദ് മാറ്റിയപ്പോ മന്ത്രവും തൗഹീദിൽ പെടുത്തി. കേട്ടോളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹദീസിൽ വന്ന ഇസ്ലാമികമായ ചില മന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ഹദീസ്, സ്വീകാര്യമായ ഹദീസുകൾ മാത്രമേ ഇവിടെ ഉദ്ധരിക്കുള്ളൂ. അതിലൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കാതിരിക്കാം, അത് 100% അതുപോലെ സ്വീകരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇത് പറയുന്നവരെ പരിഹസിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയ, ഹദീസുകളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത, ദീനെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും അഗാധമായി വായിക്കാത്ത, പഠിക്കാത്ത ആളുകൾ എന്താ പുതിയ കുറെ പരിപാടികൾ ഇവിടെ പറയണു എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. ഹദീസുകളിലും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എൻ്റെ ഈ സംസാരം ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് പറയാനാണ് സത്യത്തിൽ ഇത്രയും നീണ്ട ഒരു മുഖവുര ഞാൻ ഇവിടെ പറയേണ്ടി വന്നതെന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മുഖവുര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? മന്ത്രം അതാ ഏർപ്പാടന്നെ പാടില്ല എന്നാണ് നമ്മൾ പറയാം. കാരണം അതൊക്കെ 50-60 കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കി പോയതല്ലേ. നിങ്ങളിപ്പോൾ എന്താണ് അതിനെ തിരിച്ച് കൊണ്ടുവരികയാണോ പുതിയതായിട്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ അത് 19 കൊല്ലമായി നമ്മൾ മാറ്റിവെച്ചതല്ലേ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അപ്പൊ 50 കൊല്ലമായിട്ട് ഇവർക്ക് ഒരു പരിപാടിയല്ലേ മന്ത്രത്തിന്റെ സംഗതി? അന്നതൊക്കെ ശിർക്കായിരുന്നു, അത് ബിദ്അത്തായിരുന്നു, അനാചാരായിരുന്നു. ഇപ്പോഴോ തൗഹീദായി. ഒരു കാലത്ത് അഭൗതികമായി കാണാത്ത രൂപത്തിൽ നമുക്ക് ഖൈറും ഷർറും വരുത്താൻ അള്ളാഹു ഒന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കക്ഷികൾ അറിയാത്ത രൂപത്തിലുള്ള പൈശാചികമായ ഷർറ് സമ്മതിക്കുകയാണ്. ഷർറ് മാത്രല്ല, ഖൈറും വരുമെന്നാണ് മുജാഹിദ് മൗലവിമാർ പ്രസംഗിച്ചത്. സക്കരിയ സ്വലാഹി പറയുന്നു, ജിന്ന് നമ്മെ സഹായിക്കും. ജിന്നിന്റെ ആളുകളെ ജിന്നുകൾ സഹായിച്ചുകൊണ്ടേയിരിക്കും. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. എന്നാ പിന്നെ നമ്മളെ വിശ്വാസം ഒരു കഴിവ് ആർക്കും ഇല്ല. മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ജിന്നുകൾക്ക് അള്ള കൊടുത്ത കഴിവാണെങ്കിൽ മരിച്ചു പോയാലും നമ്മെ സഹായിക്കാൻ ഔലിയാക്കൾക്ക് അള്ള കഴിവ് കൊടുത്തു. അത് ഔലിയാക്കളെ കഴിവിൽപ്പെട്ട കാര്യമാണെന്ന് കൂട്ടിയാൽ ഈ പിത്തന തീരൂലേ മുജാഹിദീങ്ങളെ? അവസാനമായിട്ടുള്ള ഒരു ലൈറ്റസ്റ്റ് ആയ രൂപം എന്താണ് മുജാഹിദ് മൗലവി പറയുന്നത്? കടന്നുറങ്ങുമ്പോൾ വിളക്കണക്കണം. ഞാൻ ആമുഖമായി പറയുന്നു, മൗലവിമാര് ഇത് പറയുന്നു എന്നത് നമുക്ക് ചിരിക്ക് വക നൽകുന്നുണ്ട്. പക്ഷേ പ്രമാണത്തിലുള്ളതിനെ ഒന്നും നമ്മൾ പരിഹസിക്കേണ്ടതില്ല. മുജാഹിദ് മൗലവി പറയുന്നത് എന്താ? വീട്ടിൽ ഉറങ്ങുമ്പോൾ വിളക്കണക്കണം. വിളക്കണച്ചില്ലെങ്കിൽ വീട്ടിലുള്ള എലിയോട് പിശാച് സ്വകാര്യം പറയും. അങ്ങനെ പിശാചും എലിയും പാടെ കൂടിയിട്ട് നമ്മെ ഉപദ്രവിക്കാൻ വരും. അതുകൊണ്ട് വിളക്കണക്കാതെ കടന്നുറങ്ങരുത് എന്ന് മുജാഹിദ് മൗലവി പ്രസംഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിളക്കണക്കാൻ പറഞ്ഞത്? ചില കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മെനഞ്ഞുണ്ടാക്കേണ്ട കാര്യമല്ല. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന സഹീഹാണെന്ന് ഇമാം ഹാക്കിമും ഇബ്നു ഹബ്ബാനും പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ജാഅത്ത് ഫഅറത്തുൻ ഫജറത്തിൽ ഫതീലത ഫഅൽഖതഹ ബൈന യദൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഖുംറത്തി അല്ലതി കാന ഖായിദൻ അലൈഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്ന ഒരു വിരിപ്പിലേക്ക്
ഒരു എലി ഒരു തീക്കൊള്ളിയുമായിട്ട്, ഒരു തീയിന്റെ ചെറിയ ഒരു കട്ടയുമായിട്ട് എലി ഇങ്ങനെ വരിക. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് വലിച്ചു കൊണ്ടുവന്ന തീക്കൊള്ളി അവിടെ കൊണ്ടുവന്നിട്ട് അത് ആ ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ആ വിരിപ്പ് കരിച്ചു കളഞ്ഞു എന്ന ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ആ വിരിപ്പ് കരിച്ചു കളഞ്ഞു. ആ തീപ്പൊരി അവിടെ വന്നു വീണ അപ്പോ എലി കൊണ്ടുവന്നതാ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഇദാ നിംതും, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഫാതുഫിഉ സിറാജകും, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ ഊതി വെക്കണം. ഫഇന്ന ശൈത്താൻ, കാരണം പിശാച് യദുല്ലു മിസ്ല ഹാദിഹി അലാ ഹാദാ, എങ്ങനെയുള്ള ജീവികൾക്ക് അറിയിപ്പ് കൊടുക്കും, മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ, മനുഷ്യനെ കഷ്ടപ്പെടുത്താനും അവനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിശാച് ഇത്തരം വിവരങ്ങളൊക്കെ ചില ജീവികൾക്ക് കൊടുക്കും. ഫയുഹരിഖക്കും, അങ്ങനെ നിങ്ങളെ കരിച്ചു കളയും. അവിടെയും പിശാചിന്റെ ചെറിയൊരു പ്രവർത്തനമാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതെങ്ങനെയാ നമുക്കറിയില്ല. അറിയാതെ വിശ്വസിച്ചാൽ എലിനെ ദൈവാക്കലാവൂലേ? എങ്ങനെയാണ് എലിയും ചെയ്ത്താനും യോഗം കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാകാതെ എലിയും ചെകുത്താനും ഇപ്പണി ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ഗുരുവായൂരവനപ്പനെ വിളിച്ച ഹൈന്ദവന്റെ ശിർക്ക് ഈ ഹദീസ് വിശ്വസിച്ച മുസ്ലിമിൽ ഉണ്ടാകുമെന്നല്ലേ മൗലവിമാരെ 7 പതിറ്റാണ്ട് കാലം നിങ്ങൾ പറഞ്ഞത്? അതിന്റെ പേരിലല്ലേ നിങ്ങൾ തൗഹീദിന്റെ പേരിൽ വിവാദം കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? അതും നമുക്കറിയില്ല. ഇങ്ങനെ റസൂൽ പറഞ്ഞു, ഉണ്ടെന്ന് വിശ്വസിക്കുക, ഇല്ല എന്ന് പറയാൻ, അതിനെതിരെ സംസാരിക്കാൻ നമുക്കാർക്കും ബാധ്യതയില്ല, നമുക്കാർക്കും അവകാശവും ഇല്ല. ആ ബാധ്യതയും അവകാശവും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ ബാധ്യതയും അവകാശവും നിങ്ങൾ നിർവഹിച്ച 7 പതിറ്റാണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതിനും ബുദ്ധിക്കൊക്കെ ഒത്തില്ല എന്ന കാരണത്താൽ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് അതിലേക്ക് ആബാലവൃദ്ധം വിശ്വാസികളെ ആനയിച്ചുകൊണ്ട് ഒരുപാട് വിശ്വാസികളെ നിഷേധികളായി മരിക്കാൻ അവസരം കൊടുത്ത കാലമായിരുന്നു വഹാബിസത്തിന്റെ കഴിഞ്ഞ 7 പതിറ്റാണ്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദുകൾ മനസ്സിലാക്കണമെന്നാണ് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പം മുജാഹിദിന്റെ സ്ഥിതി എന്താ? നിങ്ങൾക്ക് പഴയകാല തൗഹീദിൽ നിന്ന് മുജാഹിദ് 2007 പുതിയ തൗഹീദ് ഉണ്ടാവുകയാണ്. അപ്പൊ തൗഹീദ് മാറ്റിയപ്പോ നേരത്തെ ശിർക്കായിരുന്ന പല കാര്യങ്ങളും തൗഹീദാകുന്നു. നേരത്തെ ശിർക്കായ ഒരു കാര്യമാണ് സിഹ്ർ ഫലിക്കും എന്ന വിശ്വാസം, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിൽ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിൽ പറഞ്ഞിരുന്നു സിഹ്ർ ഫലിക്കും എന്ന വിശ്വാസം തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ്. പഴയ തൗഹീദ് അങ്ങനെയാണ്. ആദ്യം നിങ്ങൾ പഴയ തൗഹീദ് കേട്ടോളൂ, പിന്നെ ഞാൻ പുതിയ തൗഹീദ് വെച്ച് തരാം. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം, അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. ഫലിക്കൂലെന്നല്ലേ നമ്മളെ വിശ്വാസം, അതനുസരിച്ച് നിന്നാ മതി. പഴയ തൗഹീദാണിത്. 2007 മുമ്പുള്ള തൗഹീദാണ്. അന്ന് സിഹർ ഫലിക്കൂലാന്നാ മുജാഹിദ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. എന്നാലോ 2007 ശേഷം മുജാഹിദുകൾ തൗഹീദ് മാറ്റിയിട്ട് പറഞ്ഞു സിഹർ ഫലിക്കും എന്നല്ല മൂപ്പര് പറയാ. അപ്പോൾ ഇക്കാലം എത്രയും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത് സിഹർ ഫലിക്കുമെന്നാണ്. നോക്കണങ്ങൾ, ഇക്കാലം എത്രയും പറഞ്ഞത് അങ്ങനെയാണ് എന്നാ ഇയാള് പറയുന്നത്. അപ്പൊ സിഹർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ സുല്ലം ഇപ്പൊ കുറെ ദുർവ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും കൊണ്ടുവരികയാണ്. കണ്ടോ, കുറെ ഇതുവരെയും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് സിഹർ ഫലിക്കുമെന്നാണ്. നിങ്ങളും ഇത് പണ്ട് തൗഹീദ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ, സിഹർ ഫലിക്കൂലെന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് എന്ന് ആരോ ചോദിച്ചു. അപ്പൊ മൂപ്പര് പറയാ അത് ശരിയല്ല, അതിന്റെ സലാസുല്ലമി പഠിപ്പിച്ചതാണ്, ആ തൗഹീദ് എന്ന് മൂപ്പര് മാറുകയാണ്. കേട്ടോളൂ നിങ്ങൾ. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവുന്നു. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. മൂപ്പര തൗഹീദ് മാറ്റിയാണ്. കേൾക്കണങ്ങള്, 10-25 കൊല്ലം ഇയാളെന്നെ പ്രസംഗിച്ച് നടന്ന തൗഹീദായി മാറ്റണത്. എന്നിട്ട് മൂപ്പര് ദ്വാരിക്കണം എന്താ? എനിക്ക് അള്ളാഹു പുറത്തു തരട്ടെ. അപ്പോഴും ആ തൗഹീദ്, പ്രാചീന തൗഹീദ്, 75 കൊല്ലക്കാലം മുജാഹിദ് പഠിപ്പിച്ച തൗഹീദ് സിഹർ ഫലിക്കൂല, സിഹർ ഫലിക്കുന്നു വിശ്വസിച്ച ഖദാ ഖദറിന് എതിരാണ് എന്ന് പറഞ്ഞ തൗഹീദ് അനുസരിച്ച് ജീവിച്ചു മരിച്ചുപോയ പ്രാചീന നേതാക്കളില്ലേ, മുജാഹിദിന്റെ അനുയായികളില്ലേ, അവർക്കൊന്നും തൗഹീദില്ല, അവരൊക്കെ ശിർക്കിലാണ് എന്നല്ലേ വരിക.
എന്നിട്ട് മൂപ്പര് ദ്വാരക്കണത് ആർക്കാ? മൂപ്പര കാര്യം സലാം, എനിക്ക് അള്ളാഹു പുറത്തിരട്ടെ. അപ്പൊ ഈ തൗഹീദില്ലാതെ ജീവിച്ചു പോയാലോ ഒരു നരകക്കുണ്ടിലവിടെ കിടക്കട്ടെ, ഇന്റെ കാര്യം അള്ളാഹു സലാമത്താക്കട്ടെ. നോക്ക് നിങ്ങൾ, കഴിഞ്ഞില്ല. അയാൾ എന്നെ പറയുന്നു ഈ തൗഹീദ് പൊട്ടത്തരാകുന്നു, പഴയ തൗഹീദ് പൊട്ടത്തരാണ്. കേട്ടോളൂ അയാളെന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസറ്റുകൾ CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ, സിഹിർ വലിക്കൂല, സിഹിർ വലിക്കുന്നു വിചാരിച്ച കലാഖദറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം, ആ തൗഹീദ് പൊട്ടത്തരാണ്. പൊട്ടത്തരം, മണ്ടത്തരം, വിഡ്ഢിത്തരം, ഇങ്ങനെ ജാതി തൗഹീദായി ഇവരുടെ തൗഹീദ്. 2007 മുജാഹിദുകൾ പഴയ തൗഹീദ് മാറ്റി പഴയ തൗഹീദ് പൊട്ടത്തരമാണെന്നും വിഡ്ഢിത്തരമാണെന്നും തുറന്നു പറയുന്നു. നോക്കണം നിങ്ങൾ. അപ്പോ സിഹിർ ഫലിക്കുമോ ഇല്ലയോ? പഴയ കാലത്ത് ശിർക്കാണ്, 2007 കൂടി അത് തൗഹീദായി. ഇനി നിങ്ങൾക്കറിയോ കണ്ണേറ്? പഴയ തൗഹീദ് അനുസരിച്ച് കണ്ണേറ് ഫലിക്കൂല. കണ്ണേറ് ഫലിക്കുന്നു വിശ്വസിക്കുന്നത് ശിർക്കാണ് നാം മുജാഹിദ് പഠിപ്പിച്ചത്. മലയാളം അറിയുന്ന ഏത് മുജാഹിദുകളുണ്ടെങ്കിലും ആരെങ്കിലും സംശയിക്കുന്നുവെങ്കിൽ നോക്കാം, ഉറപ്പ് വരുത്താം, സംശയം തീർക്കാം. സന്തോഷമേ ഉള്ളൂ. നിങ്ങളൊക്കെ ഹിദായത്തിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അചഞ്ചലമായ തൗഹീദിൽ അംഗത്വം എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. സഹോദരങ്ങളെ, കണ്ണേറ് ഫലിക്കൂല. പഴയ തൗഹീദ് കേട്ടോളൂ മുജാഹിദിന്റെ. കണ്ണേറ് ഫലിക്കുകയില്ല എന്നതാണ് വസ്തുത. കണ്ണേറ് ഫലിക്കുകയില്ല എന്നതാണ് വസ്തുത. ഇത് മുജാഹിദിന്റെ തൗഹീദാണ്. ഇനി സക്കരിയ സലാഹി KNM ഗ്രൂപ്പിന്റെ ആ വലിയ നേതാവായിരുന്ന സന്ദർഭത്തിൽ അയാൾ പറഞ്ഞത് കേട്ടോളൂ, കണ്ണേറ് ഫലിക്കൂല. അതിന് മൂപ്പര് ഒരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്, കേട്ടോളൂ നിങ്ങൾ. പിന്നെ കണ്ണേറ് അല്ലേ, നമ്മുടെ വീട്ടിന്റെ പരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമൂട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ, എന്താ സൈനവാ എന്റെ കുമ്പളങ്ങ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ് അമൂട്ടിയാക്ക വെറുതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവേ. എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി, അമൂട്ടിയാക്ക ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനായി? കണ്ടാ വല്ലോനും പറഞ്ഞളയും. അപ്പൊ നാവേറ് തട്ടും. നാവ് കൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്. പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം. കേട്ടില്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് കൊണ്ടോ നോക്കിയത് കൊണ്ടോ ഒരു സാധനത്തിനൊന്നും പറ്റൂല. കണ്ണേറ് ഫലിക്കൂല. പഴയ തൗഹീദ് അങ്ങനെയാണ്. 2007 മുജാഹിദ് തൗഹീദ് മാറ്റി. തൗഹീദിന് ചാഞ്ചല്യം സംഭവിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണേറ് ഫലിക്കും. സക്കരിയ ഗ്രൂപ്പിലെ പ്രമുഖ നേതാവായിരുന്ന കുപ്രസിദ്ധനായ ഒരു മൗലവിയുണ്ട്, ശംസുദ്ദീൻ മൗലവി പാലത്ത്. അയാൾ പറയുന്നത് കേട്ടോളൂ, കണ്ണേറ് ഫലിക്കും. ഹദീസൊക്കെ ഓതിയിട്ടല്ലേ മൂപ്പര് സ്ഥാപിക്കണത്, കേട്ടോളൂ. താങ്കളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശർരി കുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷർറിൽ നിന്നും, ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ് ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ് ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കി വെക്കല്ല വേണ്ടത്. അത് ഹറാമായ ചികിത്സ. പടച്ചോൻ പഠിപ്പിച്ച ചികിത്സ എന്നാണ് പഠിപ്പിച്ചത്, അത് ചെല്ല വേണ്ടത്. കണ്ണേറ് സത്യമാകുന്നു. മുമ്പ് പറഞ്ഞതോ കണ്ണേറ് ഫലിക്കൂല, സൈനബാന്റെ കുമ്പളങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റൂല എന്നാ അന്ന് പറഞ്ഞിരുന്നത്. നോക്കണങ്ങള്. ഇപ്പൊ പറയണതോ കണ്ണേറ് ഫലിക്കും. തൗഹീദ് മാറിയാണ്. തൗഹീദ് മാറി. സുന്നത്തിയമായത്തിന്റെ വിശ്വാസികൾ ഏറുവാടിക്ക് പോകുമ്പോ, മുത്തുപേട്ടക്ക് പോകുമ്പോൾ മുജാഹിദുകൾ ചെറുവാടിയിലേക്കും ചെമ്പ്രശ്ശേരിയിലേക്കും പോകുന്ന കാലം. ചെമ്പ്രശ്ശേരി എന്ന് പറഞ്ഞ വണ്ടൂരിന്ന് കുറച്ചാണ് പോയാൽ മതി. അവിടെ ഒരു മുജാഹിദ് മൗലവി ഖുർആൻ ഓതി ചികിത്സിക്കുകയാണ്. MBBS പാസ്സായ ഡോക്ടർ കോയല് വെച്ച് പരിശോധന നിർത്തിയിട്ട് കോഴിമുട്ടയും തകിടും വെച്ച് പരിശോധിക്കണ കാലം വന്നിട്ടുണ്ടെങ്കിൽ
ഡോക്ടർമാർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന ആത്മവിശ്വാസം മുസ്ലിം കൈരളിക്ക് കൈമാറിയ പണ്ഡിതനാണ് ശൈഖുനാ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. പണ്ടതൊക്കെ ഇംഗ്ലീഷ് പഠിച്ചാ പിന്നെ മന്ത്രിച്ചൂതിയ ഒരു അല്പനാകും എന്നുള്ള തോന്നലുണ്ട്. അല്ല, ഇപ്പൊ അത് അന്തസ്സാന്ന് വിശ്വസിച്ചു. വഹാബികളെ രാത്രികാലങ്ങളിൽ പോയി ചികിത്സിച്ച ചികിത്സകൾ പട്ടാപ്പകൽ വഹാബികൾക്ക് വിളിച്ചു പറയാനുള്ള സാമൂഹിക പരിസരം രൂപപ്പെടുത്തി കൊടുത്തത് മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ നവോത്ഥാന വിപ്ലവമാണ്. കാരണം തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രിനെ കണ്ട് വരുന്ന വൈക്കല്ലേ മന്ത്രി ചോദി കൊടുക്കണേ. അപ്പോ മന്ത്രി ചൂത്തോണ്ട് ഇതൊന്നും തടസ്സാവൂലെന്ന് ഇപ്പൊ വഹാബിയൊക്കെ ബോധ്യപ്പെട്ടു. എന്നാ പിന്നെ കണ്ടതൊക്കെ കുറച്ചാണ് പറഞ്ഞാള് എന്നോടത്ത് വഹാബികൾ എത്തിയതാ. എത്തിയെന്ന് മാത്രല്ല, ചികിത്സ സാഗല വാളെടുത്തവർ മുഴുവനും വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ എല്ലാരും ചികിത്സ തുടങ്ങി. എവിടെ എത്തിയെന്നറിയോ മുജാഹിദുകൾ? കണ്ണേറ് ഫലിക്കുന്നു മാത്രല്ല, കണ്ണേറ് ഫലിച്ചാൽ എങ്ങനെയാണ് അതിന് ചികിത്സിക്കേണ്ടത് എന്ന് കൂടി മുജാഹിദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മുജാഹിദ് പറയുന്നു, ആരുടെ കണ്ണാണോ ഒരാൾക്ക് ഏറ്റതെങ്കിൽ ഏറ്റ ആ കണ്ണിന്റെ ഉടമയുണ്ടാവുമല്ലോ ഒരാള്, അയാളെ കുളിപ്പിച്ച ആ വെള്ളം കൊണ്ട് ഈ കുട്ടിയെ അല്ലെങ്കിൽ രോഗിയെ കുളിപ്പിക്കണം. എങ്ങനെയുണ്ട് ചികിത്സ? നവോത്ഥാനത്തിന്റെ നായകന്മാര് പഠിപ്പിക്കുന്ന ചികിത്സയാണ്. കേട്ടോളൂ, മുജാഹിദ് അബ്ദുൽ ലത്തീഫ് മൗലവി കരിമ്പിലാക്കൽ രേഖപ്പെടുത്തി വെക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയി അടുത്ത മഹല്ലിലെ ഖത്തീബിനെ വിളിച്ചു. അയാൾ പറഞ്ഞു, കണ്ണേർ ഫലിക്കും, പ്രതിവിധിയുമുണ്ട്. എന്താ പ്രതിവിധി? ആരെ കണ്ണാണോ തട്ടിയത് അവനെ കുളിപ്പിച്ച് ആ വെള്ളം കൊണ്ട് കണ്ണേർ തട്ടിയ ഈ കുട്ടിയെ കുളിപ്പിക്കണം. എങ്ങനെയുണ്ട് തൗഹീദ്? ആരുടെ കണ്ണാണോ തട്ടിയത് എങ്കിൽ ആ തട്ടിയ ആളെ കുളിപ്പിച്ച വെള്ളം കൊണ്ട് ഈ രോഗിയെ കുട്ടിയെ കുളിപ്പിക്കണം. കഴിഞ്ഞില്ല. ഒരു പക്ഷെ അതുകൊണ്ട് രോഗം സുഖമാവാതിരുന്നേക്കാം, എന്നാൽ പിന്നെ സുഖമാകും എന്ന് ഉറപ്പുള്ള ഒരു ചികിത്സയും കൂടിയുണ്ട്. അതെന്താ? കേവലാണ് കുളിപ്പിച്ചാൽ പോരാ. ഈ കണ്ണ് ആരുടെ കണ്ണാണോ തട്ടിയത് എങ്കിൽ ആ തട്ടിയ ആളുടെ അടിവസ്ത്രങ്ങൾ കഴുകിയ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കഴുകിയ വെള്ളം ബക്കറ്റിലാക്കി ആ ബക്കറ്റിലെ വെള്ളം കൊണ്ട് കുട്ടിയെ കുളിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ രോഗം സുഖമാകും. ആരാത് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. മുജാഹിദിന്റെ നവോത്ഥാന നായകന്മാർ എന്താ ആരാണെന്നറിയോ? നവോത്ഥാനത്തിന്റെ പടഹധ്വനി മുഴക്കിയവരാണെന്ന് ഉദ്ഘോഷിക്കുന്ന വിഭാഗം പറയാണിത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിനടുത്ത ചെമ്പ്രശ്ശേരിയിൽ കണ്ണേറിന് പ്രത്യേകം ചികിത്സിക്കുന്ന മൗലവി ഹിഫ്ളുർ റഹ്മാൻ ഉണ്ട്. അത് മൗലവി വിഭാഗം മുജാഹിദിന്റെ ആളാ. അവയാൾ പറയുന്നത് എന്താണ്? ഇങ്ങനെ അടിവസ്ത്രങ്ങൾ കഴുകിയ വെള്ളം, ആ ഭാഗം കഴുകിയ വെള്ളം അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കണം. ഞാൻ പറയുന്നില്ല, അയാൾ പറയുന്നു, കേട്ടോളൂ. അയാളുടെ 32 or 24 മണിക്കൂറുള്ള പ്രസംഗമുള്ള MP3 പ്രസംഗം നമുക്ക് കാണാൻ ലഭ്യമുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. അയാൾ നെറ്റിലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുമത്. ആ പ്രസംഗത്തിൽ അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോളൂ. അയാൾ പറയട്ടെ. ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന വസ്ത്രം ഉണ്ടാവും. അത് ലിസാർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ലിസാറിന്റെ എന്താണ് അടിവസ്ത്രം ഉണ്ടല്ലോ, ലിസാർ. അടിവസ്ത്രം, ലിസാർ അടിവസ്ത്രം എന്നാണ് അതിന് പറയാം. അടിവസ്ത്രം മനസ്സിലായില്ലേ? അഞ്ഞ് പറയട്ടെ. ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്നൊരു ഭാഗം അരക്കെട്ട്, ഇവിടെ അലാസ്റ്റിക്കും ബെൽറ്റും ഒക്കെ ആ ഭാഗം ടൈറ്റ് ആയി നിൽക്കും. അലാസ്റ്റിക്കും ബെൽറ്റൊക്കെ വെച്ച് ടൈറ്റായി നിൽക്കുന്ന ആ ഭാഗമില്ലേ, ഈ മുതലായവയായ ഭാഗങ്ങളെ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയണേ ആ ഭാഗങ്ങളുണ്ടല്ലോ, ആ ഒട്ടി നിൽക്കുന്ന ആ ഭാഗം, ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തടവുക. അതിന്റെ ഉള്ളിലൂടെ തടവണം. നോക്കണങ്ങള് വെള്ളം കൊണ്ടേ അതിന്റെ ഉള്ളിലൂടെ തടവുക. പറയട്ടെ. ഒറ്റ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റുഭാഗത്ത് കൂടെ തടവിയാൽ ഉള്ളിലൂടെ, പുറത്തുകൂടെ അല്ല. അതുകൂടല്ല, ഉള്ളിലൂടെ തന്നെ തടവണം. കാരണം തൗഹീദ് അങ്ങോട്ട് ശരി അങ്ങോട്ട് ആവണമെങ്കിൽ ഉള്ളിൽ കൂടെ തന്നെ പോകണം. പുറത്തേക്കൊന്നും ആയാൽ തൗഹീദ് ക്ലിയർ ആവൂല. എന്ത് തൗഹീദ? കേട്ടോളൂ, ബാക്കി പറയട്ടെ. ഉള്ളുകൂടെ തടവിയിട്ട് ആ ഭാഗം ഈ വെള്ളത്തിൽ ബക്കറ്റിലെ വെള്ളം ഉണ്ടാവുമല്ലോ അതിൽ മുക്കുക. അവിടെ തടവിയ ആ എന്താ വസ്തുവെങ്കിൽ അതുകൊണ്ട് അവിടെ തടവി നനച്ചിട്ട് അത് ആ വെള്ളം നമ്മളെ ഇതിൽ മുക്കുക. ഏതില്? ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഇതാണ് ഗുസ്ല്. ഇതാണ് ഗുസ്ല്. എന്നിട്ട് ഈ വെള്ളം ചെയ്യാ, ഈ വെള്ളമാണ് രോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കുക. എങ്ങനെ? ഈ വെള്ളം രോഗിയുടെ തലയിലൂടെ ഒഴിക്കണം. എങ്ങനെയാണ്? രോഗം സുഖമാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. രോഗിയുടെ തലയിലൂടെ ഒഴിക്കണം.
ഏത് ഭാഗത്തു കൂടെ ഒഴിക്കേണ്ടത്? പിൻഭാഗത്തു കൂടെ. മൂപ്പരെന്നെ പറയട്ടെ. മുന്നിന്ന് ഒഴിക്കാൻ പറ്റൂല, പിന്നിന്നേ പറ്റുള്ളൂ. പിന്നിന്ന് പറഞ്ഞാൽ പിന്നിന്ന് തന്നെ ഒഴിക്കാൻ പറ്റുള്ളൂ, മുന്നിന്ന് ഒഴിക്കാൻ പറ്റൂല. അപ്പൊ എന്താ കാരണം? ഈ സ്ഥലമൊക്കെ മുക്കി ഞെക്കിയ വെള്ളമല്ലേ ഇപ്പത്. മുന്നിൽ കൂടെ ഒഴിച്ചുമ്പോൾ നാറിയിട്ട് ആ കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലോ. അപ്പൊ നിങ്ങൾ മുന്നിൽ കൂടെ ഒഴിക്കാൻ പറ്റില്ല, പിന്നെ കൂടെ ഒഴിച്ചോടെ. തൗഹീദിന്റെ നവോത്ഥാനത്തിന്റെ കോലാണ് ഈ കേൾക്കുന്നത്. നവോത്ഥാനത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുക മുജാഹിദ്. ഇയാളുടെ മുജാഹിദ് പ്രവർത്തനത്തിന്റെ ശക്തി കൊണ്ട് ചെമ്പ്രശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താ റമദാനിന്റെ മുമ്പ് വിനീതനായ ഞാൻ അവിടെ ഒരു മുഖാമുഖത്തിന് പോയിരുന്നു. തനിച്ച മുജാഹിദാണ് ഇയാള്, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അവര് പഠിപ്പിക്കണ പുതിയ കണ്ണേറിന്റെ ചികിത്സയാണിത്. എന്നിട്ട് പറയട്ടെ. പിന്നിൽ നിന്ന് രോഗിയുടെ തന്റെ കൂടെ ഒഴിക്കുക. എന്ത് ഒന്നും ചൊല്ലേണ്ടതായിട്ടില്ല. ഈ നെയ്യത്ത് ഒന്നും ചെല്ലണ്ട, നെയ്യത്ത് ഉണ്ടായിരിക്കണം. നിസ്കാരത്തിന് നെയ്യത്ത് വെക്കണ്ടാതെ വിദ്യാർത്ഥാ മുജാഹിദ് പറയാറില്ല. ഇതിന് നെയ്യത്ത് ഏതായാലും വെക്കണം. നെയ്യത്തൊന്നും ഇല്ലെങ്കിൽ ഇത് വിഷയം മുന്നോട്ട് പോകില്ല. മണത്തിട്ട് ആ വൈക്ക് അടുക്കുവോ? എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട് കണ്ണേറ്റിട്ടുണ്ടെങ്കിൽ അതാണ് പോകും. അതല്ല, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല കണ്ണേറ്റിട്ടുണ്ടോ അതവിടെ നിൽക്കും. ഇതുകൊണ്ട് മുജാഹിദിന്റെ കണ്ണേറിന്റെ ചികിത്സയാണിത്. പഴയ തൗഹീദ് എന്താ? കണ്ണേറ് ശിർക്ക്. പുതിയ തൗഹീദ് 2007 തൗഹീദാണ് എന്ന് മാത്രമല്ല അതിന്റെ ചികിത്സയുടെ രൂപങ്ങൾ വരെയാണ് മുജാഹിദി പറയുന്നത്. അങ്ങനെ പഴയ ശിർക്കുകളൊക്കെ തൗഹീദായി മാറുന്നു. ഒരു വിഭാഗം മൗലവിമാർ ശിർക്കിലാണെന്ന് അലിമദനി പറയട്ടെ. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എത്തിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബോധികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. അപ്പോൾ ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞ ആളുകൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ജിന്നുകൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അവരിൽ നല്ലവരുണ്ട്, ചീത്തയാളുകളുമുണ്ട്. അന്നാ മിന്ന സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക വകുന്നാ ത്വറായിഖ ഖിദദാ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്തുൽ ജിന്ന്. അതിൽ ജിന്നുകളുടെ വർത്തമാനം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവർ ഖുർആൻ അങ്ങ് കേട്ടപ്പോൾ പറഞ്ഞു, ഇന്നാ സമിഅനൽ ഖുർആന അജബാ, ഇത് അത്ഭുതമായ വേദമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. മക്കയിൽ ചെന്നാൽ ജന്നത്തുൽ മുഅല്ലയുടെ ചാരത്ത് മസ്ജിദുൽ ജിന്നി എന്ന പേരിൽ അള്ളാന്റെ ഹബീബ് ജിന്നുകൾക്ക് ഖുർആൻ പറഞ്ഞു കൊടുത്ത തരത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ജിന്നുകളെ ആരും ഇങ്ങനെ ആക്ഷേപിച്ചു തള്ളേണ്ടതല്ല. ജിന്നുകളിൽ സ്വാലിഹീങ്ങളുണ്ട്, ജിന്നുകളിൽ തെറ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നിലേക്കും മനുഷ്യരിലേക്കും അയക്കപ്പെട്ട ഇലാ കാഫത്തിസ് സഖലൈൻ, ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരു സ്വഹാബി വന്ന് പറയുകയാണ്, നബിയെ, വഴിയിൽ ഒരു പാമ്പ് ഇങ്ങനെ ചത്തുകിടക്കുന്നത് കണ്ടു. ഞാനതെടുത്തിട്ടങ്ങ് കുഴിച്ചിട്ടു. അപ്പോൾ വാനലോകത്ത് നിന്നതാ ഞങ്ങൾക്ക് ആശംസ കേൾക്കുന്നു. ഹബീബായ നബി തങ്ങളോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി എന്താണ്? 2 ജിന്നുകൾ തമ്മിൽ വാനലോകത്ത് സംഘട്ടനമുണ്ടായി. ഒരു ജിന്നിന്റെ പേര് മിഹ്സൻ ബിൻ ജൗഷൻ എന്നാണ്. ആ ജിന്നിന്റെ പേര്, അത് ജൂതനായ ജിന്നാണ്. രണ്ടാമത്തെ ജിന്നോ ഹാം ബിൻ ഹീം ബിൻ ലാഖീസ് ബിൻ ഇബ്ലീസ് എന്ന ജിന്നാണ്. ഈ 2 ജിന്നുകളും തമ്മിൽ സംഘട്ടനം നടന്നപ്പോൾ മുസ്ലിമായ ജിന്ന് ഷഹീദായി എവിടെ വീണതാണ്. അദ്ദേഹത്തെ കബറടക്കിയപ്പോ നിങ്ങൾക്ക് കിട്ടിയ ആശംസയാണ്. ഇതുപോലെ ജിന്നുകളുടെ ലോകത്ത് സംഘട്ടനങ്ങളുണ്ട്. ജിന്നുകളുടെ ലോകത്ത് അങ്ങനെ വ്യവഹാരങ്ങളുണ്ട്. ജിന്നുകളുടെ ഭക്ഷണം ഏതാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ജിന്നുകളെ സൃഷ്ടിച്ചത് എവിടെ നിന്നാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തമായ ധാരണ ഇസ്ലാമിലെ ജിന്നുകളെ കുറിച്ചുണ്ട്. ആ ജിന്നുകളോട് സമീപിക്കേണ്ട രീതികളെ കുറിച്ചുണ്ട്. ഇമാമുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, രാഷ്ട്രീയപരമായ ഒരു വീക്ഷണത്തെയല്ല ഞങ്ങൾ വിശദീകരിക്കുന്നത്. ഈ സംഘടനയ്ക്കും ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർക്കും അതിന്റെ ചെറിയ പ്രവർത്തകരായ ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ സമയം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ വേറെ വേദികളുണ്ട്. അതാ നിരവധി മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന മുദർരിസുമാർ ഇവിടെയുണ്ട്. അതുപോലെ പല പല ദീനീ സേവനങ്ങളും ചെയ്യുന്നവർ ഇവിടെയുണ്ട്. അതിൽ നിന്നെല്ലാം സമയം കണ്ടെത്തിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യാനാണ്. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ ഒരു വിഭാഗം ആളുകൾ തൗഹീദ് തന്നെ പങ്കുവച്ചിട്ട് കളിച്ചപ്പോ സാധാരണക്കാരായ ജനങ്ങൾക്ക് ശരിയായ ഈമാൻ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് മുതഅല്ലിമീങ്ങളായ ഞങ്ങളോട്, ആലിമീങ്ങളായ ഞങ്ങളുടെ നേതാക്കളോട് ചോദിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് പടച്ചവനെ പേടിച്ചുകൊണ്ടിറങ്ങിയതാണ്. ഭൗതികമായ ഒരു കാര്യലാഭവും ഈ വിശദീകരണങ്ങൾക്കോ പരിപാടികൾക്കോ പിന്നിൽ ഞങ്ങൾക്ക് ലക്ഷ്യമില്ലാതെ കിട്ടുന്നുമില്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ജനങ്ങളെ, ഞങ്ങൾ വിളിക്കുന്നത് പുതിയ പ്രസ്ഥാനത്തിലേക്കല്ല, പുതിയ ഈമാനിലേക്കല്ല, പുതിയ ഇസ്ലാമിലേക്കല്ല. നമ്മുടെ കയ്യിലേക്ക് ഇമാമിങ്ങൾ എന്ന ഒരു ഇസ്ലാമുണ്ട്. അതിൽ നിന്ന് മാറാതെ നിങ്ങളൊന്ന് മുറുകെ പിടിച്ച് നിൽക്കണേ. തേറ്റപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. മുൻപല്ലുകൊണ്ട് പിടിച്ചാൽ 8 മുജാഹിദും കൂടെ ഒരുമിച്ച് പിടിക്കുമ്പോ ചിലപ്പോ മുൻപല്ലങ്ങ് തെറിച്ചു പോയേക്കാം. അതുകൊണ്ട് തേറ്റപ്പല്ലുകൊണ്ട് മുറുകെ പിടിച്ചോ. ഹബീബായ നബി തങ്ങളുടെ ദീനിൽ നിന്ന് മാറാതെ കളങ്കമില്ലാത്ത ഈമാനോട് ജീവിച്ചോ.